السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبالحق أنزلناه وبالحق نزل وما أرسلناك إلا مبشرا ونذيرا. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. جميع العلم في القرآن لكن تقاصر عنه أفهام الرجال. സർവാധരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാളെയുടെ ഉമ്മത്തിന്റെ പ്രതീക്ഷകളായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരോട് ഉസ്താദ് വളർത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സദസ്സിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ സദസ്സിൽ ആമുഖങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അളന്നു മുറിച്ച 1 മണിക്കൂർ സമയം പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഒരു മഹത്തായ വിഷയം എൻ്റെ മുമ്പിലുണ്ട് താനും. അതുകൊണ്ട് പ്രധാനപ്പെട്ട പലതും കട്ട് ചെയ്തുകൊണ്ട് സുപ്രധാനമായ വിഷയങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. വിശുദ്ധ ഖുർആന്റെ നേരുപറച്ചിലിന്റെ രീതിശാസ്ത്രം എന്നതാണ് നിങ്ങൾ നൽകിയ തലക്കെട്ട്. വളരെ ശ്രദ്ധേയമായ ഒരു തലക്കെട്ടാണ്. ഖുർആനിൽ ഹഖല്ലാത്ത ഒരു കലിമത്ത് പോലും അല്ല, ഒരു ഹർഫ് പോലും ഇല്ല. അതാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനികാവതരണം സത്യവുമായി എത്രമാത്രം റിലേറ്റഡ് ആണ്, അത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ
സൂറത്തുൽ ഇസ്രാഇന്റെ 105-ാമത്തെ വചനത്തിൽ അള്ളാഹു അവതരിപ്പിച്ചതാണ് എൻ്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓതിക്കേൽപ്പിച്ചത്. വബിൽ ഹഖ്ഖി അൻസൽനാഹു വബിൽ ഹഖ്ഖി നസൽ വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ. ആ പ്രയോഗം പലപ്പോഴും നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും. 2 തവണ ഹഖ് അൽ ഹഖ് എന്ന് ആവർത്തിച്ച് അവിടെ പറയാണ്. വബിൽ ഹഖ്ഖി അൻസൽനാഹു, സത്യവുമായി ബന്ധപ്പെട്ടാണ് വിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഖുർആനിൽ സത്യത്തോട് പൊരുത്തപ്പെടാത്തതില്ല എന്നർത്ഥം. വബിൽ ഹഖ്ഖി അൻസൽനാഹു, നമ്മൾ ഇറക്കുമ്പോൾ നമ്മുടെ കലാമായതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു പടച്ചോന്റെ കലാമിൽ പതിരുണ്ടാവില്ല. അതുകൊണ്ട് അത് സത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വിശുദ്ധ ഖുർആനെ നമ്മൾ അവതരിപ്പിച്ചപ്പോൾ അതിൽ ബാത്തിലിന്റെ ഒരംശം പോലുമില്ല. എന്നാലോ അവതരിപ്പിച്ചത് സത്യവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വബിൽ ഹഖ്ഖി നസല, അവതരിച്ചതും സത്യവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നമ്മൾ ആലോചിക്കണം. ചിലത് അവതരിപ്പിക്കുന്നത് സത്യസന്ധമായിട്ടായിരിക്കും, പക്ഷെ അത് ഉദ്ദേശിച്ച ആളിലേക്ക് ഫ്രമിൽ നിന്ന് പോകുന്നത് സത്യസന്ധമായിരിക്കും, പക്ഷെ 2-ലെത്തുമ്പോഴേക്ക് അത് കുറെ വികലായിട്ടുണ്ടാവും. സാധാരണ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. കാരണം അതിൻ്റെ ഇടയിൽ കള്ളം കയറിയാൽ മതി, അത് വികലാക്കാൻ പറ്റും. എന്നാൽ വിശുദ്ധ ഖുർആന്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും ബാത്തിൽ അതിലേക്ക് വരൂല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. വബിൽ ഹഖ്ഖി അൻസൽനാഹു വബിൽ ഹഖ്ഖി നസല. അത് അവതരിച്ചപ്പോഴും സത്യവുമായി ബന്ധപ്പെട്ടാണ് അവതരിച്ചത്. അസത്യത്തിന്റെ ഒരു ചെറിയ കലർപ്പ് പോലും വിശുദ്ധ ഖുർആനിലെ ഒരിടത്തും മഷിയിട്ട് തെരഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. A to Z സത്യം മാത്രം, അതല്ലാതെ ഖുർആനിലില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ആ സന്ദേശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എത്ര സൂക്ഷ്മതയോടെയാണ് അത് എത്തിച്ചത്. അതിൻ്റെ പാരായണ രീതിശാസ്ത്രം, അതിൻ്റെ വിശദീകരണം, അത് സംബന്ധമായി ഇതെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്ന മുദാറസകൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇടയ്ക്കിടെ വന്ന് നടത്തുന്നു, റമദാനിൽ ആവർത്തിച്ചു നടത്തുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. എന്നാൽ ആ അവതരിപ്പിച്ചതിൽ എന്തെങ്കിലും ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വകയായിട്ട് അള്ളാഹു ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇങ്ങനെ ആയിരിക്കും എന്ന് കരുതി ഒരു ലഫ്ളും ജിബ്രീലിന്റെ വക കൂട്ടിയിട്ടില്ല, ഒന്നും കൂടിയിട്ടില്ല, ഒന്നും കുറഞ്ഞിട്ടുമില്ല. ഉള്ളതുപോലെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹൃദയത്തിലേക്ക് അങ്ങ് അവതരിപ്പിക്കുകയായിരുന്നു. പേജുകളായിട്ടും അല്ല അവതരിച്ചത്. തൗറാത്ത് പലകകളിലാണ് അവതരിച്ചത്. തുരിസിനാ പർവ്വതത്തിൽ ചെന്നു നിൽക്കാൻ പറഞ്ഞു. അവിടേക്ക് പലകകളിലായിട്ടാണ്, പേജുകളിലായിട്ടാണ് തൗറാത്ത് അവതരിപ്പിച്ചത്. മുത്തുനബിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് തിരുനബിയുടെ ഹൃദയത്തിലാണ്. നസല ബിഹി റൂഹുൽ അമീനു അലാ ഖൽബിക, അങ്ങനെയാ ഖുർആൻ പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിലാണ്, ആ തിരുഹൃദയത്തിലാണ് വിശുദ്ധ ഖുർആനുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നത്. ആ ജിബ്രീലാണെങ്കിലോ വിശ്വസ്തനാണ്. വഴിയിൽ വെച്ച് ആരെക്കെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിനായിട്ട് ടു അഡ്രസ് നിശ്ചയിച്ച് കൊടുത്തയച്ച മെസ്സേജ്
വഴിയിൽ നിന്നൊരാൾക്ക് തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അഡ്രസ് തിരിച്ചുവിടാൻ പറ്റുമോ? ഇല്ല. കാരണം ആരിലേക്കാണോ എത്തിക്കാൻ പറഞ്ഞത് ആ ആളിലേക്ക് തന്നെ കൃത്യമായി എത്തിക്കുന്നതിന് ഒരു തടസ്സവും സൃഷ്ടിക്കാനാകാത്ത വിധം, ഒരു ശക്തനും ഒരു തടസ്സവും സൃഷ്ടിക്കാനാകാത്ത വിധം ശക്തനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനെ പറ്റി പറയുമ്പോൾ അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വളരെ സുന്ദരമാണ് ആ വചനം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ. ഖുർആന്റെ മെസ്സേജ് മുത്തുനബിയിലേക്ക് എത്തിക്കുമ്പോ ആ മധ്യവർത്തിയിൽ നിന്ന് യാതൊരുവിധ വികലമാക്കലും സംഭവിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആന്റെ മുഴുവൻ സ്വീകാര്യതയും ആ ആയത്തിലൂടെ അല്ലാഹു തആല ഉറക്ക വിളിച്ചു പറയാണ്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇത് മാന്യനായ ഒരു ദൂതന്റെ വാക്കുകളാണ്. ജിബ്രീലിനെ പറ്റിയാണ് ആ പറയുന്നത്. ആ വിശേഷണങ്ങളൊക്കെ പറഞ്ഞത് ജിബ്രീലിനാണ്. ഈ മധ്യവർത്തി ചില്ലറക്കാരനല്ല. അള്ളാഹുവിൽ നിന്ന് ഇറങ്ങി മുത്തുനബിയിലേക്ക് ഇറങ്ങി ഇടയിലുള്ള മധ്യവർത്തി ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് സംശയിക്കാൻ വകുപ്പുണ്ടെങ്കിൽ വകുപ്പുള്ളത്. അവിടെ തന്നെ പറയാണ്, ഈ ജിബ്രീൽ ആരാണ്? മാലപ്പടക്കത്തിന് തീ കൊളുത്തിയതുപോലെയാണ് ജിബ്രീലിന്റെ ഔസാഫുകൾ പറയുന്നത്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ. ഇതൊക്കെ ജിബ്രീലിന്റെ വസ്തുക്കളാണ്. ഇത് മാന്യനായ ദൂതന്റെ വാക്കുകളാണ്. അപ്പൊ മാന്യതക്ക് നിരക്കാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ ആ ദൂതനിൽ നിന്നുണ്ടാവൂല. കരീമാണ്. ആർക്കെങ്കിലും വഴിയിൽ വെച്ച് തട്ടിപ്പറിക്കാനൊന്നും കഴിയില്ല. ആള് കരുത്തനാണ്. ഖുർആൻ പറഞ്ഞു കരുത്തനാണ് ആള്. അശക്തനല്ല, ദുർബലനല്ല. അർശിന്റെ അധിപനായ റബ്ബിന്റെ അടുത്ത് ഉന്നത സ്ഥാനം മക്കാനത്തുള്ളയാളാണ് മക്കീൻ. ഇൻദദിൽ അർശി മക്കീൻ മുതാഇൻ സമ്മ. അവിടെ വാനലോകത്ത് എല്ലാവരാലും സുസമ്മതനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ ലീഡറാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നർത്ഥം. മുതാഇൻ സമ്മ, അവിടെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന നേതാവാണ്. നോക്ക്, നിങ്ങൾ ഒരു പെർഫെക്റ്റ് മനുഷ്യൻ ഉണ്ടാകേണ്ട എല്ലാ ഗുണവും അവിടെ പറയുന്നുണ്ട്. എല്ലാവരും ഒന്നും. കറാമത്ത് വലിയൊരു ഭാഗമാണ്. ഞാൻ വിഷയം മാറിപ്പോകുമെന്ന് പേടിയുണ്ട് എനിക്ക്. ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം സംസാരിക്കാനാണ് വരുന്നത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. കറാമത്ത് പറഞ്ഞാൽ ഇപ്പൊ കേൾക്കുന്ന ഒച്ചപ്പാടിന്റെ കറാമത്തല്ല, ഉളുപ്പ്. അതാണ് കറാമത്തിന്റെ അർത്ഥം. കറാമ, ഉളുപ്പ് എന്ന് പറഞ്ഞത് വലിയൊരു സംഭവമാണ്. അതില്ലാത്തവനെ നന്നാക്കാൻ ആർക്കും കഴിയില്ല. അതാണ് നമ്മൾ ഇപ്പൊ വിവാദ കറാമത്തിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി പറഞ്ഞു, ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത. ഉളുപ്പില്ലെങ്കിൽ കണ്ടത് കൂട്ടിക്കോ എന്നാണ് അതിന്റെ അർത്ഥം. ഇദാലം തസ്തഹി, ഇദാലം തസ്തഹി അല്ലെങ്കിൽ തസ്തഹി, രണ്ടുമുണ്ട്. ഉളുപ്പില്ലെങ്കിൽ ഫസ്ന മാ ശിഅത, കണ്ടത് കൂട്ടിക്കോ. നിനക്ക് എന്താണോ തോന്നുന്നതൊക്കെ ചെയ്തോ. ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും മുളച്ചാൽ ആ മനുഷ്യനെ ഒരാൾക്കും നന്നാക്കാൻ പറ്റില്ല. അപ്പൊ ഒരു മനുഷ്യന്റെ അടിസ്ഥാന ഗുണമാണ് ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം. അതിനാണ് കറാമത്ത് എന്ന് പറയാ, മാന്യത. അതുണ്ടെങ്കിൽ ആ മനുഷ്യൻ സ്വയം നന്നാവും. ഇന്നതുപോലെ ഇന്നവരുടെ മുമ്പ് ഇന്ന രൂപത്തിൽ എന്നൊരു തിരിച്ചറിവുണ്ടായാൽ അത് മതി. വളരെ പ്രധാനമാണ്. പിന്നെ അതോടൊപ്പം പറഞ്ഞു, വിശ്വസ്തനാണ്, കരുത്തനാണ്. അപ്പൊ ഈ പറഞ്ഞ യാതൊരു വിധത്തിലുള്ള സംശയങ്ങൾക്കും വകുപ്പില്ല. വബിൽ ഹഖ് അൻസൽനാഹു
അള്ളാഹു ആയതുകൊണ്ട്, അവതാരകൻ അള്ളാഹുവാണ് എന്നതുകൊണ്ട് ഇത് അവതരിപ്പിച്ചത് സത്യവുമായി ബന്ധപ്പെട്ട പടച്ചോൻ ഹക്കല്ലാത്ത ഒന്നും പറയൂല. ഇനി വേറൊരു സ്ഥലത്ത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ആയത്തുകളും കൂടെ പറയുമ്പോഴേക്ക് സമയം വൈകുന്നു കരുതിയിട്ട. ഹക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്, അങ്ങനെ തന്നെ പറയുന്നുണ്ട് ഖുർആൻ. അത് അല്ലാഹു തആല അങ്ങനെയാണ്, സത്യേ പടച്ചോൻ പറയുള്ളൂ. അള്ളാഹുവിന്റെ ഒരു നാമം തന്നെ അങ്ങനെയാണല്ലോ, അൽ ഹഖു ജല്ല ജലാലു. സത്യത്തിന്റെ സത്യമാണ് പടച്ചോൻ. അവന് സത്യമല്ലാതെ പറയാൻ കഴിയില്ല. പരമസത്യമാണ് പടച്ചോൻ. വബിൽ ഹഖി അൻസൽനാഹു, എങ്കിൽ വബിൽ ഹഖി നസൽ, ആ സത്യവുമായി ബന്ധപ്പെട്ടു തന്നെയാണ് മുത്തുനബിയിലേക്ക് അത് വന്നെത്തിയതും. മുഴുവൻ തഫ്സീറുകളും അവിടെ പറയുന്നുണ്ട്. ഇറക്കിയത് സത്യത്തോട് ബന്ധപ്പെട്ടാണെങ്കിൽ വവസല ബിൽ ഹഖി ഇലൻ നബിയ്യി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളിലേക്ക് അത് എത്തിയതും സത്യവുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എവിടെയും വെള്ളം കയറിയിട്ടില്ല, എവിടെയും കള്ളം കയറിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. വളരെ കൃത്യമാണ്. അൽഹംദുലില്ലാഹ്. ആ വിശുദ്ധ ഖുർആന്റെ നേരുപറച്ചിലിന്റെ രീതിശാസ്ത്രം ഇതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഖുർആൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ലോകത്തെ സമ്പൂർണ്ണ വെളിച്ചം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന സാധന. സമ്പൂർണ്ണ വെളിച്ചം. വിശുദ്ധ ഖുർആൻ വെളിച്ചാണ്. ആ ഖുർആൻ ഇറങ്ങിയ നേരത്തെ ഞാൻ പറഞ്ഞ തിരുഹൃദയം മുത്തുനബിയുടെ, അതും വെളിച്ചാണ്. യാദൃച്ഛികമല്ല, എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. ഖുർആനെ പറ്റി അള്ളാഹു നൂറ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, വിശുദ്ധ ഖുർആനെ പറ്റി വെളിച്ചം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തുനബിയെ പറ്റി നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിലേക്ക് നൂറ് വന്നെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. നബി തങ്ങളെ പറ്റി നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മക്കയിലെ ആ പ്രസിദ്ധമായ മലയുടെ പേര്, ഹിറാ ഗുഹ ഇരിക്കുന്ന മലയുടെ പേര് ജബലുൻ നൂർ എന്നാണ്. നൂറ് മലയിലാണ് ഖുർആൻ ഇറങ്ങിയത്. നൂറായ നബിയിൽ നിന്ന് നൂറ് മലയിലിരിക്കുന്ന, നൂറ് മലയിലെ ഹിറാ ഗുഹയിൽ നൂറ് മലയിലിരിക്കുന്ന നൂറായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഈ വെളിച്ചം അവതരിക്കുകയാണ്. അപ്പോൾ ഈ എല്ലാ വെളിച്ചങ്ങളും കൂടെ അങ്ങോട്ട് ഒരുമിക്കുമ്പോൾ പിന്നെ അവിടെ ഇരുട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നവൻ തന്നെ പമ്പര വിഡ്ഢിയാണ്. തീർച്ചയായിട്ടും ഈ എല്ലാ വെളിച്ചങ്ങളും കൂടെ ഒരുമിച്ച് കൂടിയതാണ് സത്യത്തിൽ ഇത്. അതുകൊണ്ടാണ് തിരുനബിയുടെ ഹൃദയത്തിൽ ഖുർആൻ ഇറങ്ങിയതിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്ന ശൈലി തന്നെ അങ്ങനെയാണ്. നൂറുൻ അലാ നൂർ. സൂറത്തുൻ നൂറിലെ ആയത്തിൽ നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നൂറ് കിതാബും രണ്ടാമത്തെ നൂറ് ഖൽബു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് രണ്ടും വെളിച്ചാണ്. ഖൽബു മുഹമ്മദ് നേരത്തെ തന്നെ വെളിച്ചാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയുടെ തിരുഹൃദയത്തിലേക്ക് ഖുർആനാകുന്ന വെളിച്ചം അങ്ങോട്ട് ഇറങ്ങുന്നതോടുകൂടെ ഡബിൾ വെളിച്ചായി. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ ഒരു കഥ ഇങ്ങനെ എഴുതുമ്പോൾ കഥക്ക് മൊൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം അല്ലാഹു നൂറു സമാവാതി വൽ അർള് എന്ന ആ ആയത്തിന്റെ അർത്ഥം മുഴുവനും എഴുതുന്നുണ്ട്. അല്ലാഹു നൂറു സമാവാതി പലപ്പോഴും നമ്മൾ അർത്ഥം വെക്കാൻ കുടുങ്ങണൊരായത്താണത്. അത് അദ്ദേഹം എഴുതുന്നുണ്ട് മലയാളത്തിൽ. ഞാനിങ്ങനെ വല്ലാതെ അത്ഭുതപ്പെട്ടു. ഈ മലയാള ഭാഷയിലുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ്. അദ്ദേഹം അവിടെ നൂറുൻ അലാ നൂർ എന്നുള്ളതിനൊരു അർത്ഥം കൊടുത്തിട്ടുണ്ട്. വെളിച്ചത്തിനുമേൽ വെളിച്ചം, ഇരട്ട വെളിച്ചം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അദ്ദേഹം നൂറുൻ അലാ നൂർ എന്നതിന് അർത്ഥം കൊടുത്തത് ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണ് എന്നാണ്. നൂറുൻ അലാ നൂർ, ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണ്. ഞാൻ പറയുന്നത് എന്താണ് നൂറുൻ അലാ നൂർ?
വെളിച്ചത്തിനുമേൽ വെളിച്ചം എന്നതിൻ്റെ ഉദ്ദേശ്യം എന്ന് മറ്റൊരു തവണ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലാത്ത വിധാണ് ആ വാക്കുപയോഗിച്ചതെന്ന് ഞാൻ പറയുന്നത്. ഇതിനെയാണ് തഫ്സീർ എന്ന് വിളിക്കേണ്ടത്. വൈക്കം മുഹമ്മദ് ബഷീർ മുഫസ്സിറാണെന്നല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. അതായത് പദാനുപദ അർത്ഥം പറയലല്ല തഫ്സീർ. എന്താണ് അവിടെ അള്ളാഹു ഉദ്ദേശിച്ചത്, മുഫസ്സിരീങ്ങൾ പറഞ്ഞതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്, അത് ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെ പറയും, ഇതിനാണ് തഫ്സീർ എന്ന് പറയാം. മറ്റേതിന് തർജമ എന്നാ പറയാം. അത് രണ്ടും മാറ്റമുണ്ട്. ഖുർആന്റെ തർജമ കൊണ്ടൊരു കാര്യമില്ല, ഖുർആന് തഫ്സീറാണ് പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് ആ പ്രയോഗം വല്ലാതെ ഇഷ്ടപ്പെട്ടു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചപ്പം എന്നെ ആകർഷിച്ച ഒരു ഭാഗമായിരുന്നു അത്. പ്രഭാഷണ ഫീൽഡിലേക്ക് വേണ്ടി ഒരുപാട് വായിച്ചിട്ടൊന്നുമില്ല, പക്ഷെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികൾ മൊത്തം വായിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ആകെ വായിച്ചത് എന്ന് പറയാൻ വേണമെങ്കിൽ. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഒരു സുഖവുമില്ലാത്ത ഒരു രചന, അല്ലേ, ഒരു സുഖവുമില്ലാത്ത സാഹിത്യം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നിടത്ത് വടിവൊപ്പിച്ച് ഇങ്ങനെ പറഞ്ഞോളണമെന്നില്ല, ആശയങ്ങൾ രൂപപ്പെടുത്തുന്നിടത്ത് വല്ലാത്ത സ്വാധീനമുണ്ട്. അത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തോട് നമുക്ക് യോജിപ്പുമുണ്ട് വിയോജിപ്പുമുണ്ട്. അത് തുറന്നു പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ രചനകളെ ശരിവെക്കല്ല, പക്ഷേ എല്ലാറ്റിലും ഉള്ള നന്മകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ എവിടെയാണ് ഈ ഗ്രന്ഥത്തിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരവസരം ഇരുട്ടന്വേഷിക്കാൻ ഉണ്ടാവൂല. ഇതിൽ സത്യം മാത്രമേ ഉണ്ടാവുള്ളൂ, വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത് വബിൽ ഹഖി അൻസൽനാഹു വബിൽ ഹഖി നസൽ. അതുകൊണ്ട് തന്നെ സത്യത്തിന്റെ കാതലാണ്, സത്യത്തിന്റെ അകക്കാമ്പാണ് നബിയെ തങ്ങൾക്ക് ഞാൻ തന്നേൽപ്പിച്ചതെങ്കിൽ വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറാ, തങ്ങളെ നാം ഈ വിശുദ്ധ ഖുർആനുമായിട്ട് പറഞ്ഞയക്കുന്നത് സുവിശേഷകനും താക്കീതുകാരനുമായിട്ട് മാത്രമാണ്. തങ്ങൾ ജനങ്ങൾക്ക് നല്ല ഗുഡ് ന്യൂസ് അങ്ങനെ കൊടുക്കണം. അപ്പൊ ജനങ്ങൾ തങ്ങളിലേക്ക് ആകർഷിക്കും, തങ്ങളുടെ ദഅവത്തിലേക്ക് കടന്നു വരുന്നു. വേണ്ടി വന്നാൽ അവരെ പേടിപ്പിക്കും വേണം. സ്വർഗം പറഞ്ഞു സന്തോഷിപ്പിക്കണം, നരകം പറഞ്ഞു പേടിപ്പിക്കണം. ചുരുങ്ങിയ രൂപത്തിൽ ഇപ്പൊ അത്രേ പറയുന്നുള്ളൂ, ബാക്കി വിശദീകരണങ്ങളിലേക്കൊന്നും വരുന്നില്ല. ഈ വിശുദ്ധ ഖുർആൻ സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് ഏരിയകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഖുർആന്റെ പ്രത്യേകത? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരാണ്, സത്യസന്ധനായ പ്രവാചകരാണ് എന്ന് തെളിയിക്കാൻ തന്നെ അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചത് വിശുദ്ധ ഖുർആനെയാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷിയാണ് തങ്ങളെ, ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയം തങ്ങള് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണെങ്കിൽ അലാ സിറാത്തിൻ മുസ്തഖീം, അവരൊക്കെ നേരായ വഴിയിലും ആയിരിക്കും. അങ്ങനെ അങ്ങനെ തുടർന്നു പോവാണ്. ഞാൻ അവിടെ പറഞ്ഞത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിന് പോലും തെളിവായി അല്ലാഹു തആല കൊണ്ടുവരുന്നത് വിശുദ്ധ ഖുർആനെയാണ്. കാരണം എന്തുകൊണ്ട്? തികഞ്ഞ ഉമ്മിയായ സയ്യിദുനാ റസൂലുള്ളാഹി. ഒരിടത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമ്മിയത്ത്, നിരക്ഷരത നമുക്ക് ഐബാണ്, അല്ലേ? നാണക്കേടാണ് സത്യത്തിൽ നിരക്ഷരത എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ, ആള് എഡ്യൂക്കേറ്റഡ് അല്ല എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടിന്റെ വർത്താനാണ്, ഞമ്മക്ക് ഐബാണ്. പക്ഷേ മുത്തുനബിക്ക് അത് ഷറഫാണ്, ഉമ്മിയത്ത്. നമുക്ക് ഐബാണെങ്കിൽ മുത്തുനബിക്ക് അത് ഷറഫുൽ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിക്ക് അത് വലിയ മഹത്വ. കാരണം എന്താ? എന്തിനാണ് സ്കൂളിൽ പോയി പഠിക്കുന്നത്? എന്തിനാണ് ഒരു ഉസ്താദിന്റെ മുമ്പിൽ ചടഞ്ഞിരുന്ന് പഠിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലോകത്തുള്ള മുഴുവൻ അറിവാളന്മാരെയും തോൽപ്പിക്കുന്ന പരന്ന അറിവ് നിരക്ഷരനായിരിക്കെ തന്നെ മുത്തുനബിക്ക് അള്ളാഹു വാരിക്കോരി അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ
അത് വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ. സ്കൂളിന്റെ പടി പോയിട്ടില്ലാത്ത, സ്കൂൾ കണ്ടിട്ടില്ലാത്ത, ABCD അറിയാത്ത ഒരാള് യൂണിവേഴ്സിറ്റി VC ആയി എന്ന് കേട്ടാൽ ഒരു നിമിഷം അന്തിച്ചു നിൽക്കാത്തവരാരും ഉണ്ടാവില്ല. ആളുമ്മിയാണത്രേ, പക്ഷേ അവർക്കറിയാത്ത ഒരു കാര്യവുമില്ല. ആ വലിയ നേതാവിനറിയാത്ത ഒരു കാര്യവും ലോകത്തില്ലാന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉമ്മിയത്തിന്റെ മാനക്കേട് അവിടെ അവശേഷിക്കുന്നില്ല. ഇത് വലിയൊരു അത്ഭുതമാണല്ലോ. അവിടെ അങ്ങ് തെളിയാണ് എന്ത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അദൃശ്യമായ പടച്ചവന്റെ ഇടപെടൽ എന്നിൽ നടക്കുന്നുണ്ട് എന്നതിന്റെ ദലീലാണത്. അതുകൊണ്ടാ പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ് സാക്ഷി. നബിയെ, തങ്ങൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. കാരണം തങ്ങൾ വിളിച്ചു പറയുന്നത് അള്ളാഹുവിന്റെ സന്ദേശങ്ങളാണ്. ഖുർആനാണെങ്കിൽ അള്ളാഹുവിന്റെ കലാം. ഇനി അല്ല, ഖുർആൻ അല്ലാത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരം, അതാണെങ്കിലോ പ്യൂർ വഹയും. പിന്നെ എവിടെയാ പ്രശ്നം? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വ്യക്തമായ ബോധനം ലഭിക്കാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിയാടില്ല എന്ന് പറയുന്നതോട് കൂടെ ആളുടെ നിലവാരം അങ്ങോട്ട് ഉയരാണ്. ഇനി ആ ആളെ പറ്റി ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് അങ്ങ് കൊടുക്കാം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. ഈ ആൾ എന്ത് ചെയ്താലും നിങ്ങൾ ചെയ്തോളൂ. ഇവരെന്തു വേണ്ടാന്ന് പറഞ്ഞാലും സ്റ്റോപ്പ്, അവിടെ നിർത്തണം, അത് ചെയ്യരുത്, അങ്ങോട്ട് അടുക്കരുത്. ഇങ്ങനെ അല്ലാഹു തആല പൂർണ്ണമായ ഒരു സർട്ടിഫിക്കറ്റ് ഒരാളെ കുറിച്ച് അങ്ങ് കൊടുക്കണമെങ്കിൽ, ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വാക്കോ പ്രവൃത്തിയോ ചിന്തയോ ഒരു ചെറിയ പാളിച്ച പോലും അവയിലൊന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനത്തെ ആളെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, അരുതെന്ന് പറഞ്ഞു യെസ് എന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, നോ എന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി തങ്ങൾ പറഞ്ഞത്. നബിയുനല്ലാമീറുൻ നാഹി ഫലാ അഹദു അബറ ഫീ ഖൗലില്ലാ മിൻഹു വലാ നഅമി. നമ്മുടെ മുത്തുനബി എന്ന് പറഞ്ഞാൽ അൽ ആമിറുൻ നാഹി, കുറെ കാര്യങ്ങൾ കൽപ്പിക്കുകയും കുറെ കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്തയാളാണ്. കുറെ കാര്യങ്ങളെ കുറിച്ച് മുത്തുനബി പറഞ്ഞു, ഓക്കെ അത് ചെയ്തോളൂ. കുറെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു, നോ ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫലാ അഹദുൻ, അതുകൊണ്ട് ലോകത്തൊരു പടപ്പുമില്ല, അബറ ഫീ ഖൗലില്ലാ മിൻഹു വലാ നഅമി. നോ എന്ന് പറയുന്നതിലും യെസ് എന്ന് പറയുന്നതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ നീതി പുലർത്തിയ ഒരാൾ ലോകത്ത് വേറൊരാളുമില്ല. ഫലാ ബറ ഫീ ഖൗലില്ലാ, അരുത്. അതാണ് ഞാൻ നോ എന്ന് പറഞ്ഞത്, അരുത്. ലാ എന്ന് പറഞ്ഞപ്പോഴും വലാ നഅമി, നഅം എന്ന് പറഞ്ഞപ്പോഴും മിൻഹു, നബിതങ്ങളെക്കാൾ അബറായ ഗുണനിലവാരം പുലർത്തിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെപ്പറ്റി നഅം എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നഅം തന്നെയാണ്. അത് നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്നതാണ്, അതിൽ ഒരു അബദ്ധവും ഉണ്ടാവില്ല. മുത്തുനബി അരുത് എന്ന് പറഞ്ഞത് അതിനോട് അടുക്കാനും പാടില്ല. ഇത്ര ഗുണനിലവാരത്തോടെ നഅം ലാ എന്ന് പറയാൻ ലോകത്ത് വേറെ ഒരു ലീഡർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നാ ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പൊ ഏതാവട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ റസൂലിന് ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഖുർആൻ, അതുപോലെ ഒരു ഗ്രന്ഥം അന്ന് ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്നതിന്റെ തെളിവായിട്ട് അവതരിപ്പിക്കുന്നത്. ഖുർആന്റെ ഈ ഇഅ്ജാസ്, അവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടുക. ഖുർആൻ ഓരോന്നും പറയുമ്പോൾ എത്ര മൈന്യൂട്ടായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഖുർആനിലുള്ളത് ഒന്ന്, ഈ വിഷയത്തിൽ
നമ്പറിട്ട് ചില കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചുരുക്കി ഇങ്ങോട്ട് പറയാം, ബാക്കി നിങ്ങൾക്ക് മുതാലഅ ചെയ്യാനും വായിച്ചെടുക്കാനും പറ്റുന്ന രൂപത്തിൽ ഞാനത് സൂചിപ്പിച്ചു തരാം. ഒന്ന്, പ്രവചനമാണ് ഖുർആന്റെ. അത്ഭുതപ്പെടുത്തുന്ന പ്രവചനങ്ങളാ ഖുർആൻ നടത്തിയത്. പ്രവചനങ്ങളൊന്നും പുലരാതെ പോയിട്ടില്ല. ഇനി പുലരാനുള്ളത് പുലരുകയും ചെയ്യും. ഖിയാമത്ത് നാളിനെ പറ്റി പറഞ്ഞത്, ഖിയാമത്ത് നാൾ അടുക്കുമ്പം വരാൻ പോകുന്നത്, ഇതൊക്കെ ഇനി പുലരാനുള്ളതാണ്. പക്ഷെ പുലരാനുള്ളത് പുലരും എന്ന് ഇന്നത്തെ ആളുകളോട് നമ്മൾ പറഞ്ഞിട്ട് അവരത് വിശ്വസിക്കൂലല്ലോ, നമ്മളല്ലേ വിശ്വസിക്കുള്ളൂ. പുലർന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഉദാഹരണം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. നോക്കൂ നിങ്ങൾ, റോം തോറ്റു, റോമക്കാർ തോറ്റു. തോറ്റപ്പോൾ അവർ പരിഹസിക്കപ്പെട്ടു. വേദാനുയായികളായിട്ട് പോലും അവർ തോറ്റുപോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിച്ചൊരു കാലം. ഞാൻ അതിൻ്റെ മർമ്മം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ചരിത്രം മുഴുവൻ പറയാൻ ഒരുങ്ങിയാൽ ആകെ ഒരു മണിക്കൂർ നമുക്ക് അത് തന്നെ പറയാൻ കൂടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മർമ്മം മാത്രം പറയാം. അങ്ങനെ പരിഹസിച്ചു കൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ ഖുർആൻ അതങ്ങട്ട് ശരിവെക്കുകയാണ് ആദ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗുലിബത്തിർ റൂം, റോമ രാജ്യം തോറ്റിരിക്കുന്നു. അപ്പൊ ശത്രുക്കൾ പറഞ്ഞാഘോഷിക്കുന്നതാണ് ഖുർആൻ പറയുന്നത്. അവർക്കും ആവേശം തോന്നും കേൾക്കുമ്പോൾ. റോമക്കാർ തോറ്റത് ആഘോഷിക്കുകയാണ്. അപ്പൊ ശിർക്ക് തന്നെയാണ് ശരി, കിതാബിയത്തല്ല ശരി, കിതാബല്ല ശരി, ശിർക്കാണ് ശരി, തൗഹീദല്ല ശരി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഗുലിബത്തിർ റൂം, റോം തോറ്റിരിക്കുന്നു. അന്ന് റോമക്കാരെ എല്ലാ അർത്ഥത്തിലും ശരിയാണെന്നല്ല കേട്ടോ, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. അപ്പോൾ ഖുർആൻ ഇറങ്ങി, ഗുലിബത്തിർ റൂം, റോമക്കാർ തോറ്റിട്ടുണ്ട്. ഫീ അദ്നൽ അർള്, ഷാമിൽ വെച്ചാ തോറ്റത്. അത് ഭൂമിയിൽ ഏറ്റവും താഴുന്ന പ്രദേശം. ഫീ അദ്നൽ അർള്, ഇന്ന് നമുക്ക് നോക്കിയാലും അത് കാണാൻ പറ്റും. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന സ്ഥലം. അപ്പൊ ആ ഫീ അദ്നൽ അർളി എന്നാണ് ഷാമിനെ കുറിച്ച് പ്രയോഗിച്ചത്. പേരല്ല പറഞ്ഞത്, ആ വിശേഷണാണ് പറഞ്ഞത്. എൻ്റെ വിഷയം അതല്ല കേട്ടോ, പ്രവചനം അവിടെയല്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയാണ്, അവര് ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് വെച്ച് അവര് തോൽവി രുചിച്ചിരിക്കുന്നു. പക്ഷേ വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, അവർ മിൻ ബഅദി ഗലബിഹിം, അവരുടെ ഈ വ്യക്തമായ പരാജയത്തിന് ശേഷം സയഗ്ലിബൂൻ, അവർ വൻ വിജയം നേടാൻ പോകുന്നുണ്ട്. ഇതൊരു പ്രവചനമാണ്. പരാജയത്തിന് ശേഷം അവർ വിജയം നേടാൻ പോകുന്നുണ്ട്. വഹും മിൻ ബഅദി ഗലബിഹിം, ആദ്യം പറഞ്ഞ മിൻ ഗലബിഹിം എന്ന് പറഞ്ഞത് ഗലബിന്റെ അർത്ഥം തോൽക്കുക, അത് നമുക്ക് അറിയാവുന്നതാണ്. ഗുലിബത്തിർ റൂം എന്ന് പറഞ്ഞ ആ ഭാഷയിലെടുത്താൽ മജ്ഹൂലിന്റെ മസ്തറാണെന്ന് വെച്ചാൽ മതി. ആ വിഷയം പെട്ടെന്ന് തിരിയും. അവർ തോറ്റു, തോറ്റതിന്റെ ശേഷം സയഗ്ലിബൂൻ, ഇനി അവർ വിജയിക്കാൻ പോകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, റോമാ സാമ്രാജ്യം ആകെ തകർന്ന് കിടക്കുന്ന, ഇനിയൊരിക്കലും ഇത് രണ്ടാമത് പുനരുദ്ധരിച്ചു വരൂലാന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ പറയാണ്, റോമക്കാർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് കേട്ടോ. ഫീ ബിദ്ഇ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, അങ്ങനെ പറയും, ചില്ലറ വർഷങ്ങൾക്കുള്ളിൽ. ഫീ ബിദ്ഇ സിനീൻ. ഇപ്പൊ ഇന്ന് പറയാണ്, നമ്മൾ പറയാണ്, പറയുമ്പോ ഒക്കെ കളിയാക്കുകയാണല്ലോ. പലരും പറഞ്ഞു, നമ്മൾ പറഞ്ഞപ്പോ പലരും കമന്റ് ചെയ്തു, തൽക്കാലം ആ മനപ്പായസം കൊണ്ട് അടക്കണ്ട. എന്ത്, പലസ്തീൻ രണ്ടാമത് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അത് കാരണം അത്രയും വലിയ വമ്പന്മാരോടാണ് ഏറ്റുമുട്ടുന്നത്. അത്രയും സാധുക്കളാണ് പലസ്തീനികൾ.
പക്ഷെ ഇവര് മിംബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ എന്ന് നമ്മൾ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിലേറെ ദാരുണമായ ഒരു അവസ്ഥയാണ് അന്നുള്ളത് റോമക്കാർക്ക്. അപ്പൊ ഇവരൊക്കെ ചിരിച്ചു. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു വയൗമയിദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ. ഖുർആൻ പറഞ്ഞു അങ്ങനെ റോമക്കാര് ജയിക്കും, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ വൻ വിജയം നേടുന്നു പറഞ്ഞിട്ട് പറഞ്ഞു. എന്താ കാരണം? കാര്യം അന്നും ഇന്നും എന്നും മിൻ ഖബ്ലു വമിൻ ബഅദ്, എന്നും കാര്യങ്ങളുടെ നിയന്ത്രണം പടച്ച റബ്ബിന്റെ അടുത്താണ്. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു, മുമ്പേ അങ്ങനെയാണ്. വമിൻ ബഅദ്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അന്നും ഇന്നും എന്നും എന്നാണ് മിൻ ഖബ്ൽ വമിൻ ബഅദ് എന്ന് പറഞ്ഞത്. എന്നും കാര്യങ്ങളുടെ നിയന്ത്രണം പടച്ചോന്റെ അടുത്താണ്. അതുകൊണ്ട് ദിവസങ്ങൾ മാറി മറിഞ്ഞു വരും. തോറ്റവർ ജയിക്കും, ജയിച്ചവർ തോൽക്കും. അങ്ങനെ വരുമ്പോൾ റോമക്കാര് ജയിക്കും. അന്ന് വയൗമയിദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ, അന്ന് വിശ്വാസികൾ ചിരിക്കും. നമ്മളിപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരു 1.5 മണിക്കൂറുള്ള ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ഉറപ്പാണ് ഇസ്രായേൽ തുടച്ചു നീക്കപ്പെടും. അതിൽ ജൂതന്മാർ മാത്രമാണ് നെഗറ്റീവ് കമൻറ്റുകളുമായിട്ട് വരുന്നത്. ഞാൻ അങ്ങനെ പരിശോധിച്ചപ്പോൾ ജൂതന്മാരുടെ പേരുകളാണ്, അവരുടെ പേര് കണ്ടാൽ തന്നെ അറിയാം. അവർ നെഗറ്റീവ് കമൻറ്റുകളുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം നടക്കും, നാളെ നടക്കും, മറ്റന്നാൾ നടക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. നമുക്ക് എന്നാന്നൊന്നും പറയാൻ പറ്റില്ല. സംഗതി ശരിയാണ്. മുസ്ലിമീങ്ങൾ ജയിക്കും, അവർ തിരിച്ചു വരും. പലസ്തീനികൾ ചിരിക്കാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവൂല, ഉറപ്പാ. വയൗമയിദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ എന്ന് അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബിനസ്രില്ലാഹി യൻസുറു മൻ യശാ, അല്ലാഹുവിന്റെ മഹത്തായ സഹായം കൊണ്ട് അവനിച്ഛിക്കുന്നവരെ സഹായിക്കാൻ കെൽപ്പുള്ളവനാണ് അല്ലാഹു. പിന്നെന്തുകൊണ്ട് പടച്ചോൻ ഇങ്ങനെ പറഞ്ഞുകൂടാ? വഹുവൽ അസീസുർ റഹീം. അല്ലാഹു ഒരു കൂട്ടരെ ജയിപ്പിക്കണം എന്ന് കരുതിയാൽ നിങ്ങളൊന്നും എങ്ങനെ കണക്ക് കൂട്ടിയിട്ടും മനസ്സിലാകാൻ പറ്റാത്ത വിധം അവർ തകർന്നു പോയിട്ടുണ്ട്. ഇനിയൊരു തിരിച്ചുവരവ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, നിങ്ങൾക്കത് മഴക്കൂലല്ലെങ്കിൽ, അള്ളാഹു പറയാണ്, അള്ളാഹു അജയ്യനാണ്. എനിക്കതിന് തടസ്സമൊന്നുമില്ല. തോറ്റമ്പിപ്പോയവരെ ജയിപ്പിക്കാൻ എനിക്ക് കഴിയും. റഹീം. എന്നും ഒരു വിഭാഗം അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് സ്നേഹം നൽകുന്ന കരുണാമയനാണ് റബ്ബ്. ആ റബ്ബ്, അജയ്യനായ റബ്ബ്, തീർച്ചയായിട്ടും അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കും. കഴിഞ്ഞില്ല. ഈ ആയത്തുകൾക്ക് ശേഷം അല്ലാഹു തആല പറയാണത് സൂറത്ത് റൂമിലാണ് ഇതുള്ളത്. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹു വഅദഹ. വഅദല്ലാഹ്, നിങ്ങൾ ഈ കേട്ടത് അല്ലാഹുവിന്റെ ഓഫറാണ്. വഅദല്ലാഹ്, പടച്ചോന്റെ ഓഫറാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത്. ഇങ്ങനെ സംഭവിക്കുന്ന പടച്ചോനാണ് ഈ ഓഫർ നിങ്ങൾക്ക് നൽകുന്നത്. ലാ യുഖ്ലിഫുല്ലാഹു വഅദ, അല്ലാഹു ഓഫറുകൾ ലംഘിക്കുന്നവനല്ല. പറഞ്ഞതുപോലെയാണ്. പറഞ്ഞ വാക്ക് അല്ലാഹു മാറ്റി പറയൂല. ജയിക്കുന്നു പറഞ്ഞെങ്കിൽ ജയിക്കും. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. പക്ഷേ ഇതിനെ പരിഹസിച്ച് തള്ളിക്കളയുന്നവർ അധിക ആളുകൾക്കും നിജസ്ഥിതി അറിയാത്തവരാണ്, കാര്യത്തിന്റെ യാഥാർത്ഥ്യം അറിയാത്തവരാണ് എന്ന് പറഞ്ഞു. ഈ ആയത്തിറങ്ങിയപ്പം ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ശത്രുക്കളുടെ ഇടയിലേക്ക് അങ്ങ് പോവുകയാണ്. ഈ ആയത്തങ്ങ് ഓതിക്കൊടുത്തു. റോമക്കാര് തോറ്റില്ലേ എന്ന് ചോദിച്ചപ്പം, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കിതാബൊന്നും വിലപ്പോകൂല, നിങ്ങളെ മുമ്പ് ഇവിടെ വന്ന് കിതാബ് പറഞ്ഞോലാ അപ്പൊ തോറ്റത് എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പം ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അസറക്കും അൻ ഗുലിബത്തിർ റൂം, റോമക്കാര് തോറ്റപ്പം നിങ്ങളെ അത് സന്തോഷിപ്പിച്ചോ എങ്കിൽ ഫഇന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറനാ അനില്ലാഹി തആല അന്നഹും സയഗ്ലിബൂന ഫീ ബിദ്ഇ സിനീൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ഞങ്ങളെ മുത്തുനബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഉബയ്യ് ഇബ്നു ഖലഫ്, ഉമയ്യത്ത് ഇബ്നു ഖലഫ്, അബൂ സുഫിയാൻ ഇബ്നു ഹർബാൻ എന്നും അഭിപ്രായമുണ്ട്. ഇവർ
ഒന്നുകിൽ ജ്യേഷ്ഠനും അനുജനും ഉബയ്യും ഉമയ്യത്തും, ജ്യേഷ്ഠനും അനുജനാണ് ഉമയ്യത്തുബിന് ഖലഫ്, ഉബയ്യുബിന് ഖലഫ്. മറ്റേത് അവർ രണ്ടാളും പറഞ്ഞു. അല്ലെങ്കിൽ അബൂ സുഫിയാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സിദ്ദീഖ്, എന്താണ് നിനക്ക്? അബൂബക്കർ എന്ന ഓമന പേര് പിന്നെ വന്നതാണല്ലോ. അന്ന് അവർ വിളിച്ചിരുന്നത് യാ അബാ ഫുദൈൽ എന്നായിരുന്നു സിദ്ദീഖ് തങ്ങളെ വിളിക്കൽ. യാ അബാ ഫുദൈൽ, എന്താണ് അബൂ ഫുദൈൽ നീ പറയുന്നത്? തയ്യാറുണ്ടോ? നതറാഹനു ഫീ ദാലിക, ഈ വിഷയത്തിൽ നമ്മളൊരു പന്തയം വെക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. പന്തയത്തിന് റെഡിയാണോ? അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് അങ്ങാടിയിലൊക്കെ പൊരിഞ്ഞ പന്തയങ്ങൾ നടക്കും, വറ്റുവെപ്പുകൾ നടക്കും, പന്തയങ്ങൾ നടക്കും. അപ്പൊ പന്തയം വെക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. വെറുതെ അങ്ങോട്ട് തട്ടിവിട്ടാ പോരാ, മുഹമ്മദിന്റെ ജൽപ്പനങ്ങൾ ഏറ്റുപാടുക അല്ലെ, ഇവിടെ വന്ന് നടക്കാൻ പോണ കാര്യമല്ല. പന്തയത്തിന് തയ്യാറുണ്ടോ ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ഞാനുണ്ട്, ഞാൻ റെഡിയാണ്. അങ്ങനെ പന്തയം വെച്ചു മുശ്രിക്കീങ്ങളുമായിട്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ചെറിയൊരു സംശയം സ്വാഭാവികമായിട്ട് തോന്നിയേക്കാം, പന്തയം അനുവദനീയമാണോ? ഖാല ഖതാദത്തു റളിയല്ലാഹു അൻഹു വദാലിക ഖബ്ല അൻ യുഹറമൽ ഖിമാർ, പന്തയം നിഷിദ്ധമാക്കുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം. ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു. വിഷയത്തിന് തീരുമാനമാക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. എന്താണ് പന്തയം? 5 ഒട്ടകങ്ങൾ, യാത്ര ചെയ്യാൻ പക്വമായ ഒട്ടകങ്ങൾ, 9 വയസ്സെത്തുന്നത് വരെയുള്ള പ്രായത്തിലുള്ള നല്ല കാലത്തുള്ള നല്ല ആരോഗ്യമുള്ള ഒട്ടകങ്ങൾക്കാണ് ഖലൂസ് എന്ന് പറയാം. അങ്ങനെ 5 ഒട്ടകങ്ങൾ വേണം, അതാണ് പന്തയം. ചെറിയ എമൗണ്ട് ആകരുത്, അപ്പോഴേ പന്തയത്തിന് ബലം കിട്ടുള്ളൂ. ഓ, ഞാൻ റെഡിയാണ്. മഹാനവറുകൾ പറഞ്ഞു, എന്നാ അവധിയും പറയണം. എത്ര കൊല്ലം കൊണ്ടാ റോം ജയിക്കുക? കണ്ടോ, അവിടെയാണ് ചെറിയൊരു പ്രശ്നം. മഹാനവറുകൾ പറഞ്ഞു, അപ്പൊരു ഇജ്തിഹാദിലൂടെ പറഞ്ഞു, സലാസ സിനി, 3 വർഷം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നു. നബിയോട് പറഞ്ഞു, നബിയെ, ഞാനിങ്ങനെ പറഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫഹല്ല ഇഹ്തത്ത, എന്തുകൊണ്ടൊരല്പവും കൂടെ സിദ്ദീഖേ നിനക്ക് സൂക്ഷ്മത കാണിച്ചുകൂടായിരുന്നോ, ഇഹ്തിയാത്ത് കാണിച്ചുകൂടായിരുന്നോ? എന്തേ നബിയെ? ബിള് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഫി ബിളഇ സിനീൻ. ബിള് എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെ എത്രയാകാം. അങ്ങനെയാണല്ലോ അറബി ഭാഷയിൽ ബിളഇന്റെ അർത്ഥം. 3 മുതൽ 9 വരെ ആകാം. അപ്പൊ 3 കൊല്ലം കൊണ്ട് എന്ന് പറയേണ്ടില്ലായിരുന്നു, 9 വരെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാ ബൈന സലാസി വത്തിസ് ആണ് ബിള് എന്നതുകൊണ്ട് നിങ്ങൾ അവധി പറയുമ്പോൾ ഒരു 9 കൊല്ലം പറഞ്ഞേക്ക്. അതിന്റെ മുമ്പ് നടക്കുകയാണെങ്കിൽ നടക്കും. 9 കൊല്ലം പറഞ്ഞേക്ക്, അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. കാരണം ഖുർആനാ പറഞ്ഞത് ഫീ ബിളഇ സിനീൻ. 9 കൊല്ലത്തിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചോദിച്ചു, നബി, ഇപ്പൊ ഇത് പന്തയൊക്കെ ഉറപ്പിച്ചു പോന്നല്ലോ, അതിന് മാർഗമുണ്ട്, ഒന്നും കൂടെ പോവുക. എന്നിട്ട് അവരോട് പറയാ, നിങ്ങൾക്ക് ഈ പന്തയത്തിന്റെ കാര്യത്തിൽ സംശയം ഉണ്ട് എന്നാ തോന്നുന്നത്, ഈ സംഖ്യ പോരാ, ഒന്നും കൂടി കൂട്ടുക. 5 ഒട്ടകം എന്ന് പറഞ്ഞത് പോരാ, ഒന്നും കൂടെ വലിയ സംഖ്യയായിരിക്കണം പന്തയം വെക്കേണ്ടത് എന്നവരോട് പറയാം. അപ്പൊ അവരതിന് തയ്യാറാവുമെന്നൊക്കെ. തയ്യാറാവൂല. ഇനി തയ്യാറായാൽ അപ്പം നിങ്ങൾ പറയേണ്ടത്, അങ്ങനെ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവധിയുടെ കാര്യത്തിലും ഒരു ഭേദഗതി വരുത്തണം, അവധിയുടെ കാര്യത്തിലും ഒരു ഭേദഗതി വരുത്തണം എന്ന് അവിടെ പറയാം. അതിനിവിടെ സംഖ്യ എത്രയും കൂട്ടാൻ തയ്യാറാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ 3 വർഷം എന്ന് പറഞ്ഞത് എൻ്റെ നേതാവുമായുള്ള മുഷാവറയിലൂടെ ആ കാലാവധി ഒന്ന് നീട്ടിപ്പിടിക്കുകയാണ്. പക്ഷേ ധൈര്യമില്ലാത്തത് കൊണ്ടല്ല, ഉറപ്പുള്ളത് കൊണ്ടാ പറയുന്നത്, കാലാവധി ഒന്ന് നീട്ടിപ്പിടിക്കുന്നു. നിങ്ങൾ ഈ 5 ഒട്ടകത്തിനൊന്നും പന്തയം വെക്കാൻ ഞാനില്ല, 100 ഒട്ടകം തരണം എന്ന് പറഞ്ഞു. അപ്പൊ നിലവാരം കൂടി. അപ്പൊ ഇവർക്ക് തോന്നി ഇപ്പൊ തന്നെ ഇളകി. അപ്പൊ എന്തായാലും നമുക്ക് 100 ഒട്ടകം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഇവർ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്നാണ്. മഹാനവറുകൾ പറഞ്ഞു, 9 കൊല്ലത്തിന്റെ മുമ്പുണ്ടാകുന്നു. 9 കൊല്ലത്തിന്റെ മുമ്പ് സംഭവിച്ചത് പല അഭിപ്രായങ്ങളുണ്ട്. അന്ന് സംഭവിച്ചാൽ മഷ്ഹൂറു ഫിർ റിവായാത്ത്, ഈ സംബന്ധമായ റിപ്പോർട്ടുകളിൽ ഏറ്റവും മഷ്ഹൂറായ റിവായത്ത് അന്ന ളുഹൂറ റൂം
കാന ഫിസ്സാബിയ, 7-ാം വർഷമായിരുന്നു. 7-ാം വർഷമായിരുന്നു. 7-ാമത്തെ വർഷമാണ് കൃത്യമായിട്ട് ഈ വിജയം നടന്നിരിക്കുന്നത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീർ ഖുർത്തുബിയിൽ ഈ സംഭവം അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പ്രവചനം കണ്ണിന് മുമ്പിലാണ്ട് പുലർന്ന് കാട്ടിക്കൊടുത്ത വിശുദ്ധ ഖുർആൻ ഇനി പ്രവചനത്തിന്റെ കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല. ഇനി ഉമ്മിയായ ഒരാള് ആണ് എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഇതിൽ പ്രതിപാദിച്ച വിഷയങ്ങൾ എന്താ? ആകാശമുണ്ട്, ഭൂമിയുണ്ട്, കരയുണ്ട്, കടലുണ്ട്, ജീവിതമുണ്ട്, മരണമുണ്ട്, പുനരുത്ഥാനമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, ഇഹലോകമുണ്ട്, പരലോകമുണ്ട്, എല്ലാ ചർച്ചയുണ്ട്. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യരുടെയും കഥകളുണ്ട്. മനുഷ്യർക്ക് കേട്ടുകളിലുള്ള പ്രവാചകന്മാരുടെ മുഴുവനും കഥകൾ ആ കൂട്ടത്തിലുണ്ട്. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അവർക്ക് വലിയ ഒരു തലവേദനയായി മാറിയിരുന്ന ഫറോവമാരുടെ കഥകള് ആ വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ പല പോക്കിരികളെ കുറിച്ചും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും പഠിച്ചെടുത്താലല്ലാതെ പറയാൻ കഴിയൂല. പഠിച്ചെടുക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് അങ്ങനെ ഒരു ഉസ്താദില്ല അത് ചൊല്ലിക്കൊടുക്കാൻ. വായിച്ചെടുക്കാൻ മുത്തുനബി ഉമ്മിയുമാണ്. അതുകൊണ്ട് തന്നെ ഇനി റസൂലുള്ളാഹിനെ പറ്റി സംശയിക്കാൻ വകുപ്പില്ല. അതാ ഖുർആൻ പറഞ്ഞത്, വമാ കുന്ത തത്ലൂ മിൻ ഖബലിഹി മിൻ കിതാബ്. ഇതിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു ലഘുലേഖ പോലും നബിയെ തങ്ങൾ വായിച്ചിട്ടില്ല. ഒരു പുസ്തകം, ഒരു ചെറു പുസ്തകം കയ്യിലെടുത്ത് തങ്ങൾ വായിക്കാറില്ലായിരുന്നു. വലാ തഖുത്തുഹു ബിയമീനിക, ഒരു പുസ്തകം അങ്ങയുടെ കൈ കൊണ്ട് അങ്ങ് എഴുതാറില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്തവരായിരുന്നു തങ്ങള്. ഇദൻ ലർതാബൽ മുബ്തിലൂൻ, അങ്ങനെയാണെങ്കിൽ ലർതാബൽ മുബ്തിലൂൻ, ഈ ഇരുട്ടിന്റെ സന്തതികൾക്ക് നിങ്ങളെ സംശയിക്കാമായിരുന്നു. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പുസ്തകം അങ്ങ് വായിച്ചു എന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ, ഏതെങ്കിലും ഒരു ഉസ്താദ് അങ്ങേ കൊണ്ടെന്ന് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ, എഴുത്തോ വായനയോ അറിവ് നേടാൻ ആവശ്യമായ ഉപകരണങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട്, മാധ്യമങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പറയുന്ന സംശയങ്ങളൊക്കെ അവർക്ക് കൊണ്ടുവരാമായിരുന്നു. പക്ഷേ സംശയത്തിനൊരു പഴുതുമില്ല. സൂറത്തുൽ അങ്കബൂത്തിന്റെ 48-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു അത് പറഞ്ഞു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ഇനി മൂന്നാമതായിട്ട് വിശുദ്ധ ഖുർആന്റെ ആ വാചക ഘടനകൾ എത്ര കൃത്യമാണ്. അതിൽ ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. മനുഷ്യന് അശക്തമെന്ന് മാത്രം വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള കുറ്റമറ്റ പദഘടനകളാണ് വിശുദ്ധ ഖുർആന്റെ പദഘടനകൾ. ഒരു ഉദാഹരണം, മക്കളെ കൊല്ലരുത് എന്ന് ഖുർആൻ പറഞ്ഞത് 2 രൂപത്തിലാണ്, 2 സ്ഥലത്ത്. ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖ് നഹ്നു നർസുഖുക്കും വഇയ്യാഹും. സൂറത്തുൽ അൻആമിന്റെ 151-ാമത്തെ ആയത്ത്. ഇനി ഇതേ ആശയം അല്ലാഹു സൂറത്തുൽ ഇസ്രാഇന്റെ 31-ൽ പറയുന്നുണ്ട്. അതെങ്ങനെ? വലാ തഖ്തുലൂ ഔലാദക്കും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാക്കും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. 2 ആയത്തിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഒന്ന്, ലാ തഖ്തുലൂ ഔലാദക്കും, അൻആമിലെ ആയത്താണ് ആദ്യം പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പിഞ്ചു മക്കളെ കൊന്നുകളയരുത്. മിൻ ഇംലാഖ്, ദാരിദ്ര്യം കാരണമായി കൊന്നുകളയരുത്. ദാരിദ്ര്യം കാരണമായി നിങ്ങൾ മക്കളെ കൊല്ലരുത്. നഹ്നു നർസുഖുക്കും, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നമ്മളാണ്. വയ്യാഹും, അതുപോലെ അവർക്കും നമ്മൾ കൊടുക്കും. നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ്. എന്നാല് സൂറത്തുൽ ഇസ്രായിൽ അങ്ങനെയല്ല പറഞ്ഞത്. സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞത് വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖ് എന്നല്ല, വലാ തഖ്തുലൂ ഔലാദക്കും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത്. മിൻ ഇംലാഖ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം കാരണമായി നിങ്ങൾ മക്കളെ കൊല്ലരുത്. ഖശ്യത ഇംലാഖ് എന്ന് പറഞ്ഞാൽ
ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത്. അപ്പൊ മിൻ ഇംലാഖ് എന്ന് പറയുമ്പം ഇവൻ ഓൾറെഡി ഫഖീറാണ്, ഓനോടാ പറയുന്നത് വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖ്. നേരെ മറിച്ച് വലാ തഖ്തുലൂ ഔലാദക്കും ഖശിയത ഇംലാഖ് എന്ന് പറയുന്നത് ഇപ്പോൾ അവൻ ഫഖീർ അല്ല, പക്ഷേ ഇപ്പോൾ ഒരു നല്ല ജോലിയുണ്ട്, അത്യാവശ്യം മെച്ചപ്പെട്ട ശമ്പളമുണ്ട്, ഭാര്യയും എനിക്ക് 3 മക്കളും ഉണ്ട്. ഈ 3 മക്കളുടെയും ഭാര്യയുടെയും എൻ്റെയും ചെലവ് ഒപ്പിച്ച് ഈ ശമ്പളം കൊണ്ട് സുഖമായിട്ട് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. വർത്തമാന ദാരിദ്ര്യമുള്ളവനല്ല. പക്ഷേ ഇനി 4ാമത്തെ ഒരു കുട്ടി, ആ കുട്ടി ഉണ്ടാകാൻ പോകുന്നു, ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഇയാൾ കൊണ്ടുപോയിട്ട് അബോർഷനാക്കുകയാണ്. ഖുർആൻ പറഞ്ഞു വലാ തഖ്തുലൂ ഔലാദക്കും ഖശിയത ഇംലാഖ്. ഇയാളുടെ പ്രശ്നം എന്താ? അത് വലിയ പ്രശ്നം. ഇപ്പം ഈ 3 ആളും ഭാര്യയും ഞങ്ങൾ 5 പേരിങ്ങനെ ഭംഗിയായിട്ട് ജീവിക്കുന്നത് ഇങ്ങനെ നല്ല സെറ്റപ്പുള്ളൊരു ജോലി ഉള്ളത് കൊണ്ടാണ്, സാമാന്യം ഭേദപ്പെട്ട ശമ്പളം ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ ഒരു തോന്നലാണ്. അള്ളാഹു പറഞ്ഞു വെറുതെ ഒരു തോന്നലാണത്, വെറുതെ ഒരു തോന്നലാണ്. നഹ്നു നർസുഖുഹും വ ഇയ്യാക്കും, നിങ്ങളെ മക്കൾക്കും നിങ്ങൾക്കും നമ്മളാ ഭക്ഷണം നൽകുന്നത്. അതുകൊണ്ട് അവരും കൂടെ വന്നാൽ നിങ്ങളുടെ സുഖജീവിതം തകരും എന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് കേട്ടോ. അതേസമയം ആദ്യത്തെ ആയത്തിൽ മിൻ ഇംലാഖ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞത്, വർത്തമാന ദാരിദ്ര്യമുള്ളവനോട് പറഞ്ഞത് നിനക്ക് ഇപ്പൊ തന്നെ ദാരിദ്ര്യമാണോ, എന്നിട്ട് ഇപ്പൊ നിന്റെ ജീവിതം എങ്ങനെയാ കഴിയുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കാം. നിന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് നിന്റെ ശമ്പളം കൊണ്ട് ഈ 5 ആൾ കഴിഞ്ഞു പോകാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എങ്ങനെയാ നടക്കുന്നത്? അല്ലാഹു ആലം. അതങ്ങനെ നടക്കുന്നു. എന്നാ അതുപോലെ 6ാമത്തും അങ്ങ് നടക്കും. ഇതാ പറഞ്ഞു കൊടുക്കണം. പക്ഷെ അത് പറഞ്ഞു കൊടുക്കുമ്പം വർത്തമാന ദാരിദ്ര്യമുള്ളവനോട് പറയുന്നത് നഹ്നു നർസുഖുക്കും, നിങ്ങൾക്കും വഇയ്യാഹും, അവർക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ്. നേരെ മറിച്ച് ഖശിയത ഇംലാഖ് പറഞ്ഞപ്പം വർത്തമാന ദാരിദ്ര്യം ഇല്ലാത്തവനോട് വർത്തമാന ദാരിദ്ര്യം പേടിച്ച് മക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞവനോട് പറഞ്ഞത് നഹ്നു നർസുഖുക്കും വഇയ്യാഹും എന്നല്ല, നഹ്നു നർസുഖുഹും വഇയ്യാഹും, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ്. കാരണം വർത്തമാന ദാരിദ്ര്യമുള്ളവനോട് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് നമ്മളാന്ന് പറയുമ്പോൾ പാകപ്പെടുകയുള്ളൂ, അത് അംഗീകരിക്കാൻ അവനെ അത് തിരിയുള്ളൂ. അല്ലാത്തവൻ പറയും അത് ഈ ജോലി ഇല്ലെങ്കിൽ കാണായിരുന്നു, ഈ ശമ്പളം ഇല്ലെങ്കിൽ കാണായിരുന്നു, പടച്ചോനാ നടത്തുന്നത് എന്ന് ചോദിച്ച് കളിയാക്കും. നേരെ മറിച്ച് വർത്തമാന ദാരിദ്ര്യമുള്ളവനോ, എടോ നിന്റെ ശമ്പളം കൊണ്ട് ഇതന്നെ നടന്നു പോകാൻ പറ്റൂലല്ലോ, പറ്റൂല, പിന്നെ എങ്ങനെ ഇത് നടക്കുന്നത് അറിയില്ല. അതാണ് അവനോട് ആദ്യമായിട്ട് തന്നെ അവനെ അഡ്രസ്സ് ചെയ്യുന്നത് നഹ്നു നർസുഖുക്കും, നിങ്ങളിത് ഇങ്ങനെ നടന്നു പോകണില്ലേ അതുപോലെ വയ്യാഹും, അവരിതും അങ്ങ് നടന്നു പോകും. അപ്പൊ ശരിക്കും അങ്ങോട്ട് ഈമാനാവും. 2 സ്ഥലത്തും അള്ളാഹു പറഞ്ഞ ആശയം ഒന്നാണ്, നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും തിന്നാൻ തരുന്നത് ഞാനാണ്, അന്നം തരുന്നത് ഞാനാണ്, നിങ്ങളത് ടെൻഷനാക്കി നടക്കല്ലേ എന്നാ പറയുന്നത്. പക്ഷേ പറഞ്ഞപ്പോൾ ആ പ്രയോഗത്തിൽ കണ്ടോ നിങ്ങൾ, വർത്തമാന ദാരിദ്ര്യമുള്ളവനോട് നിങ്ങൾക്ക് തരുന്നു എന്നത് ആദ്യം പറഞ്ഞു. കാരണം മനുഷ്യന്റെ ധിക്കാരം സമ്മതിക്കൂല. ദാരിദ്ര്യത്തിന്റെ കയ്പുനീരനുഭവിക്കാത്ത മനുഷ്യൻ, സമ്പത്തിന്റെ പളപളപ്പില് പടച്ചോന മറന്ന മനുഷ്യനോട് ഇത് പറഞ്ഞാൽ കേൾക്കൂല. അപ്പൊ അതുകൊണ്ട് പാകപ്പെടുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് ഇതൊക്കെ ശരിക്കും അള്ളാഹുവിൻ്റെ വചനം അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ഇങ്ങനെ പ്രയോഗിക്കാൻ കഴിയില്ല. ഇതാണ് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളതിൻ്റെ തെളിവ്. ഞാൻ ഒരു ഉദാഹരണമാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇവിടെ അറിയിച്ചത്. ഇനി നമുക്ക് സൂറത്തുൽ കഹ്ഫിൽ എന്നും നിങ്ങൾ ഓതുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഭാഗമുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു, നിങ്ങൾ ആ ഭാഗം എത്തുമ്പോൾ കൃത്യമായിട്ട് ചിലപ്പോൾ ആലോചിക്കൽ കാണണം. ഇതൊക്കെ നിങ്ങൾ തഫ്സീർ ഓതുമ്പോൾ പഠിച്ചത് തന്നെ ആയിരിക്കും, പുതിയ വിവരമല്ല, ഞാനത് കൂട്ടി വെക്കുക ചെയ്യുന്നത്. ആദ്യം പറഞ്ഞത് ഫമസ്താഊന, രണ്ടാമത് പറഞ്ഞത് വമസ്തതാഊന. എത്ര സുന്ദരാണ് ആ അവതരണം, ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൻ്റെയും മുമ്പുണ്ട്, അതിൻ്റെയും മുമ്പ് പറയുന്നത് മാലം തസ്തത്തി അലൈഹി സബ്റ, മാലം തസ്തി അലൈഹി സബ്റ. ആദ്യമൊക്കെ പറയുമ്പം മാലം തസ്തത്തി അലൈഹി സബ്റ എന്നാ പറയുന്നത്, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത,
നിങ്ങൾക്ക് അസാധ്യമായൊരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ. എൻ്റെ ഒപ്പം നിങ്ങൾക്ക് പോരാൻ കഴിയൂല, നിങ്ങൾക്ക് കഴിയാത്ത കാര്യം നിങ്ങൾക്ക് എങ്ങനെയാ ക്ഷമിക്കാൻ പറ്റുക എന്ന് ചോദിക്കുകയാണ് മൂസ നബി അലൈഹിസ്സലാം. അല്ല, മൂസ നബി അലൈഹിസ്സലാമിനോട് ഖദർ അലൈഹിസ്സലാം അങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അവസാനം പിന്നെ എന്ത് ചെയ്തു? ഒപ്പം കൂടി. പിന്നെ 3 കാര്യങ്ങൾ ഖദർ അലൈഹിസ്സലാം ചെയ്തപ്പോൾ അതിനെ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം അവിടുന്ന് പഠിച്ച ശരീഅത്തിന്റെ നിയമപ്രകാരം അവിടത്തെ അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് ആ വിഷയത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്, ഇത് മോശമായി പോയല്ലോ. മൂസാ നബി പഠിച്ച അറിവ് വെച്ച് അങ്ങനെ തന്നെ പറയാൻ പറ്റൂല, ബാധ്യത നിർവഹിച്ചു. അപ്പോൾ ഖദർ അലൈഹിസ്സലാം അതിനൊക്കെ മറുപടി പറഞ്ഞു. ആദ്യമൊന്നും പറഞ്ഞില്ല, 3 കഴിഞ്ഞതിന് ശേഷം മറുപടി പറഞ്ഞു കൊടുത്തു. ഒരുമിച്ച് അങ്ങ് പറഞ്ഞു കൊടുത്തു. ആദ്യത്തെ കേസ് ഇതാണ്, രണ്ടാമത്തെ കേസ് ഇതാണ്, ഞാൻ സമയം നീണ്ടു പോകുന്നതുകൊണ്ടാണ് അതിലേക്ക് കടക്കാതിരിക്കുന്നത്. 3ാമത്തെ കേസ് ഇതാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന കേസിന്റെ വിശദീകരണം ഇപ്പോൾ ഞാൻ ഈ നൽകിയതാണ്. അപ്പോ വിശദീകരണം കൊടുക്കുന്നതിന് മുമ്പ് തസ്തത്തി എന്ന് പറഞ്ഞു. കാരണം അതിൽ താവും കൂടെ കൂട്ടിയിട്ടാ പറഞ്ഞത്. സംഗതി മനസ്സിലാക്കാൻ പറ്റാതിരിക്കുമ്പോൾ, കുറച്ച് ദുർഗ്രാഹ്യമാകുമ്പോൾ, ഗ്രഹിക്കാൻ പ്രയാസമുള്ളതാകുമ്പോൾ അവിടെ 2 അക്ഷരമുണ്ട്. മാലം തസ്തത്തി അലൈഹി സബ്റ എന്ന് ചോദിച്ചു. അതേസമയം വിശദീകരണം അങ്ങോട്ട് കൊടുത്തു. ഇതൊന്നും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല, അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം ചെയ്തതാണെന്നും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇതുവരെ ക്ഷമിക്കാൻ കഴിയാതിരുന്ന കാര്യത്തിന്റെ വിശദീകരണം. അവിടെ തസ്തത്തി പറഞ്ഞില്ല. കാരണം എന്താ? ഇപ്പോൾ വിശദീകരണം കൊടുത്തു. വിശദീകരണം കേട്ടപ്പം മൂസ നബിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റി. ഒന്നും കൂടെ മഴക്കൂലാണ് ഇപ്പൊ കാര്യം. അപ്പൊ മാലം തസ്തത്തി വേണ്ട, താവും കൂടെ വേണ്ട, താവിനെ അങ്ങ് കളഞ്ഞു. കാരണം അക്ഷരം കൂടുന്നതിനനുസരിച്ച് അർത്ഥത്തിന് ഗൗരവം കൂടും, കുറയുന്നതിനനുസരിച്ച് കുറയുകയും ചെയ്യും. ഇതേ രൂപം തന്നെയാണ് ബഹുമാനപ്പെട്ട ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു യജൂജ് മൗജൂജിനെ പ്രതിരോധിക്കാൻ വേണ്ടി മതിൽ കെട്ടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഫമസ്താഉ അൻ യദ്ഹറുഹു. അത് കെട്ടിയതിന്റെ ശേഷം ഫമസ്താഉ അൻ യദ്ഹറുഹു, ഇനി ആ മതിൽ ചാടിക്കടക്കാൻ അവരെ കൊണ്ടാവില്ല. അൻ യദ്ഹറുഹു, ആ മതിൽ ചാടിക്കടക്കാൻ അവർക്ക് കഴിയില്ല. വമസ്തതാഉ ലഹു നഖ്ബ, ആ മതിൽ തുരന്ന് പൊളിക്കാനും അവർക്കാവില്ല. ഒരു മതിൽ ചാടിക്കടക്കാനാണോ എളുപ്പം, അതോ ശക്തമായി, അതും എത്ര ശക്തമായിട്ടാണ് അത് നിർമ്മിച്ചതെന്ന് അതിന് മുമ്പ് പറയുന്നുണ്ട് അല്ലെ? അത്രയും വണ്ണത്തിലാണ് ആ മതിൽ നിർമ്മിച്ചത്. ഇരുമ്പും ചെമ്പും ഒക്കെ ഉരുക്കി പാർന്ന് അങ്ങനെയാണ് ആ മതിൽ പണിതത്. ആ മതിൽ തുരന്ന് പൊളിക്കാനാണോ എളുപ്പം, അതോ മതിൽ ചാടിക്കടക്കാനോ എളുപ്പം? ഏതൊരു മതിലാണെങ്കിലും ചാടിക്കടക്കാനാണ് എളുപ്പം. അതുകൊണ്ടാണ് ജയിൽ പുള്ളി ജയിൽ ചാടി എന്നാ പറയുന്നത് അല്ലെ? പൊളിച്ചു എന്നല്ല റിപ്പോർട്ട് കാണില്ല. ജയിൽ പുള്ളി ജയിൽ ചാടി, മതിൽ ചാടി. ചാടാനാണ് എളുപ്പം, അതിന് എത്ര ഉയരമുള്ളതാണെങ്കിലും ശരി, പൊളിക്കുന്നതിനേക്കാളും. അപ്പോൾ ചാടിക്കടക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിടത്ത് വളരെ സിമ്പിളായിട്ട് പക്ഷെ തുരന്ന് പൊളിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ കാരണം അതിന് കുറച്ചും കൂടെ കടുപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് അവിടെ പ്രയോഗിച്ചത്. ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആന്റെ വാചക ഘടന ഒരു മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഒപ്പിച്ച് പറയുക അസാധ്യമാണ്. ഇത് അല്ലാഹുവിൻ്റെ കലാമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഇതിപ്പോ നമ്മൾ പറഞ്ഞത് 1-2 ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാലം തസ്തി അലൈഹി സബ്റ, ദാലിക തഅ്വീലു മാലം തസ്തി അലൈഹി സബ്റ. അതൊക്കെ തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ ഇതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. ഇനി വേറെയും ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ഇത് സംബന്ധമായി പറയാൻ കഴിയും. ഒരുപാടെണ്ണം പറയാൻ കഴിയും. ഞാൻ നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്, കാരണം 1 മണിക്കൂറാണ് സമയം തന്നത്, അതിന് 10 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് ചില ആയത്തുകൾ പറയാം. വിശദീകരിച്ചെങ്കിലേ സംഗതി മനസ്സിലാവൂ. പക്ഷേ അപ്പോഴേക്ക് സമയം വൈകുമെന്നതുകൊണ്ട് ഞാൻ ചുരുക്കാം.
മനുഷ്യ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ ഒന്നാണ് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് സ്വയം നോക്കാം. മനുഷ്യനെ പടച്ചത് എവിടുന്നാണ്? മണ്ണിൽ നിന്ന് എന്ന്. മണ്ണിൽ നിന്ന് എന്ന് മിൻ തുറാബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബ്. അപ്പൊ മണ്ണ്. വേറെ സ്ഥലത്ത് പറഞ്ഞു ഇന്നാ ഖലഖ്നാഹും മിൻ തീനിൻ ലാസിബ്. മിൻ തീൻ. അങ്ങനെ വേറെ സ്ഥലത്ത് ഇന്നി ഖാലിഖും ബശറം മിൻ തീൻ. കളിമണ്ണിൽ നിന്ന്. തീൻ പറഞ്ഞാൽ തുറാബല്ല, വെള്ളം ചേർത്ത കളിമണ്ണ്. വെള്ളം ചേർത്ത് കുഴച്ച മണ്ണിനാണ് തീൻ എന്ന് പറയാം. ഇനി അത് തന്നെ മിൻ തീനിൻ ലാസിബ് എന്ന് പറയുന്നുണ്ട് സൂറത്തു സഫാത്തിൽ. ആദ്യം പറഞ്ഞത് സൂറത്തു റൂം 20, രണ്ടാമത് തീൻ എന്ന് പറഞ്ഞത് സൂറത്തു സാദിന്റെ 71, തീനിൻ ലാസിബിൻ എന്ന് പറഞ്ഞത് സൂറത്തു സാഫാത്ത് 11. നോക്കുക, മിൻ തീനിൻ ഒന്നും കൂടി ലാസിബ്. കാരണം എന്താ? മണ്ണ്. ആ മണ്ണിൽ വെള്ളം ഒഴിച്ച് കുഴച്ചു, അപ്പൊ തീനായി. കുഴച്ചു കുറച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം ഒട്ടും. മിൻ തീനിൻ ലാസിബിൻ. പശിമയുള്ള ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണിൽ നിന്നാ മനുഷ്യനെ പഠിച്ചത്. എന്നാണ് കുഴച്ചു വെച്ചാൽ പിന്നെ മണ്ണ് നല്ല ഒട്ടും. പഴയ കാലത്തൊക്കെ മണ്ണിന്റെ കട്ടകളായിരുന്നു വീടിന്റെ ഭിത്തികൾക്ക് ഉപയോഗിച്ചിരുന്നത്. എൻ്റെയൊക്കെ തറവാട് വീടുകളൊക്കെ കട്ടയായിരുന്നു, കല്ലുമല്ല. ഒരു മരത്തിന്റെ പെട്ടിയിൽ കളിമണ്ണ് കുഴച്ചിട്ട് അങ്ങ് കൂട്ടും, അത് സെറ്റ് ചെയ്യും. ആ പെട്ടി ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ ഒരു കല്ലിന്റെ ആകൃതിയിൽ മണ്ണിന്റെ കട്ട ഇത് ശക്തമായി കൂട്ടിപ്പിടിക്കും, പരസ്പരം ഒട്ടി നിൽക്കും. വയലുകളിലൊക്കെ വരമ്പുകളിടും വയലിന്. അത് ഈ മണ്ണ് കോരി വെച്ചിട്ടാണ് ഇടുക. പക്ഷെ ആ മണ്ണ് വാരിയിട്ട് അന്നത്തെ ദിവസം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിറ്റേന്ന് ആ വയലിൽ ചെന്ന് നമ്മൾ അതിങ്ങനെ ഉറക്കുന്നതിൻ്റെ മുമ്പ്, ഉറച്ചുകൊണ്ട് വരുന്നതിൻ്റെ മുമ്പ് ആ വയലിക്കാണ് ചെന്നാണ്ടാവും ഒരു വല്ലാത്ത നാറ്റം. ചേറ് മണക്കുക എന്ന് അതിന് പറയാം. ചേറ് മണക്കുന്ന ഒരു സമയമുണ്ട്. അതിങ്ങനെ വെള്ളം കെട്ട് വലിഞ്ഞു വരുമ്പോൾ വല്ലാത്ത മണമായിരിക്കും. അതും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇം മസ്നൂൻ. ചീഞ്ഞ് ചേറ് മണക്കുന്ന കളിമണ്ണിൽ നിന്ന്. മിൻ ഹമഇം മസ്നൂൻ, നാറുന്ന കളിമണ്ണ്. കാരണം ആ ചേറിന്റെ മണം പോലും. എന്നാൽ വിവിധ ഘട്ടങ്ങൾ എല്ലാം പറഞ്ഞു. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചപ്പോൾ ഉപയോഗിച്ച ആ സംഭവങ്ങളൊക്കെ അവിടെ പറഞ്ഞു. നോക്കൂ നിങ്ങൾ എത്ര കൃത്യമായിട്ടാണ് ഇത് മുഴുവനും ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് റാസി നസഫി രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അള്ളാഹു ആദ്യം തുറാബ്, പിന്നെ തീന്, പിന്നെ തീന് ലാസിബ്, പിന്നെ ഹമഉം മസ്നൂന്, പിന്നെ മിൻ സൽസാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ മുഴങ്ങുന്ന കുശവന്റെ പാത്രം പോലെ മുട്ടിയാൽ മുഴങ്ങുന്ന ആ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചെടുത്തത്. നോക്കൂ നിങ്ങൾ എത്ര 1 by 1 ആയിട്ട് അള്ളാഹു അതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. ഇനി നുതുഫത്തിൽ നിന്ന് മനുഷ്യനെ, ആദം നബി അലൈഹി സ്വലാമിനെ നേരിട്ട് തുറാബിൽ നിന്ന് പടച്ചു, പിന്നെ നുതുഫത്തിൽ നിന്ന് മറ്റു മനുഷ്യരെയൊക്കെ പടച്ചു. അതൊക്കെ പറയുന്നുണ്ട് സൂറത്തുൽ കഹ്ഫിലുണ്ട്. അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുതുഫ. അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുതുഫ. ആ വലിയൊരു ആയത്തുണ്ട്. ആ ആയത്തിൽ സൂറത്തുൽ ഹജ്ജിന്റെ 5-ാമത്തെ ആയത്ത്, വല്ലാഹു ഖലഖക്കും മിൻ തുറാബിൻ സുമ്മ മിൻ നുതുഫത്തിൻ സുമ്മ ജഅൽനാകും അസ്വാജ, സൂറത്തു ഫാത്തിറിന്റെ 11-ാമത്തെ ആയത്ത്. ഇതൊക്കെ കൂട്ടി വെച്ചാൽ ഈ മനുഷ്യ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ നിങ്ങൾക്ക് രൂപപ്പെടും. ഇനി ആദമിനെ സൃഷ്ടിച്ചതല്ലേ മണ്ണിൽ നിന്ന്? അള്ളാഹു മൊത്തം മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് എന്ന സ്വരം പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അതിന് മറുപടിയായിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ശരിയാണ്. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് അടിസ്ഥാനപരമായി മണ്ണിൽ നിന്നാണ്. വല്ലാഹു അംബതക്കും മിനൽ അർളി നബാത. മണ്ണിൽ നിന്നാണ് നിങ്ങൾ അള്ളാഹു മുളപ്പിച്ചത്. മണ്ണിൽ നിന്നാണ് എല്ലാം. എന്താ അവിടെ മണ്ണിൽ നിന്ന് വരാത്തത്? നമ്മൾ നുതുഫത്തിൽ നിന്നല്ലേ, ബാപ്പയുടെ ബീജഗണത്തിൽ നിന്നല്ലേ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് റാസി ഇമാം റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യം, നിന്റെ വാപ്പയുടെ ബീജം എവിടെ നിന്നുണ്ടായതാണ്? മറുപടി, വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് അല്ലേ? വാപ്പ ഭക്ഷണം കഴിച്ചിട്ടല്ലേ, വിറ്റാമിനുള്ള ഭക്ഷണം കഴിച്ചിട്ടല്ലേ വാപ്പക്ക് ബീജം ഉണ്ടായത്?
ഈ ഭക്ഷണം എവിടെ നിന്ന് വന്നതാണ്? അത് ഇറച്ചി തിന്നിട്ടുണ്ട്, അല്ലെ, മാംസം തിന്നിട്ടുണ്ട്, മത്സ്യം തിന്നിട്ടുണ്ട്, കിഴങ്ങുവർഗ്ഗങ്ങൾ തിന്നിട്ടുണ്ട്, ഫ്രൂട്ടുകൾ തിന്നിട്ടുണ്ട്, ധാന്യങ്ങൾ തിന്നിട്ടുണ്ട്. ഇതൊക്കെ എവിടുന്ന് വന്നതാ? മണ്ണിന്ന്. ഇതിൻ്റെ ഒക്കെ അസല് മണ്ണാണ്. എല്ലാറ്റിൻ്റെയും അസല് മണ്ണാണ്. മണ്ണിൽ നിന്ന് വന്ന, അല്ലേ, മരച്ചീനി, മണ്ണിൽ നിന്ന് വന്ന മധുരക്കിഴങ്ങ്, മണ്ണിൽ നിന്ന് വന്ന ചേനയും ചേമ്പും, ഇതൊക്കെ തിന്നിട്ടാണ് വാപ്പക്ക് ബീജം ഉണ്ടായത്. നെല്ലും ഗോതമ്പും ഒക്കെ തിന്നിട്ടാണ്. ഇനി മറ്റുള്ള മൃഗങ്ങൾ, ആ മൃഗങ്ങളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. എല്ലാം മണ്ണിൽ നിന്ന് കിട്ടാത്ത ഒന്നുമില്ല. പുല്ലാവട്ടെ, വൈക്കോലാവട്ടെ, ഇതൊക്കെ മണ്ണിൽ നിന്നാണ്. എല്ലാറ്റിൻ്റെയും അസുല് മടങ്ങുന്നത് മണ്ണിലേക്കാണ്. അതാണ് വല്ലാഹു അമ്പത്തക്കും മിനൽ അർളി നബാത എന്ന് പറഞ്ഞത്. അപ്പോ അർത്ഥത്തിൽ മനുഷ്യനെ പടച്ചത് ലാസ്റ്റ് പറയുമ്പോൾ അത് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്നാണ്. ഇങ്ങനെ ഏതെടുത്തു നോക്കിയാലും പച്ചക്കറി തിന്നുന്നില്ലേ മനുഷ്യൻ? പച്ചക്കറി മണ്ണിൽ നിന്നാണെന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാം മണ്ണിൽ നിന്ന് വന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ എത്ര കൃത്യമാണ്. ഇനി നമ്മൾ ഓരോന്നും കൃത്യമായി ആലോചിക്കുകയാണെങ്കിൽ വലിയ അത്ഭുതല്ലേ. അല്ലാഹു തആല മനുഷ്യനോട് ചിന്തിക്കാൻ വേണ്ടി പറയുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഫൽയംദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഖുലിഖ മിമ്മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനിസ് സുൽബി വത്തറായിബ്. മനുഷ്യനൊന്ന് ആലോചിച്ചു കൊള്ളട്ടെ, എവിടെ നിന്നാണ് മനുഷ്യനെ, ഏതു വസ്തുവിൽ നിന്നാണ്, എത്ര നിസ്സാരമായ വസ്തുവിൽ നിന്നാണ് ഈ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചൊപ്പിച്ചത്? ഇവൻ എന്താ ആലോചിക്കാത്തത്? മിൻ അയ്യി ശൈഇൻ ഖലഖ. ചിന്തിക്കട്ടെ അവൻ. ഫൽയൻദുരിൽ ഇൻസാൻ മിമ്മ ഖുലിഖ മിമ്മ ഖുലിഖ ഖുലിഖ മിമ്മാഇൻ ദാഫിഖ്. അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് തെറിച്ച് പുറപ്പെടുന്ന ഒരു വെള്ളത്തിൽ നിന്നാണ്, അഥവാ ശുക്ലത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നെൻസെല്ലിന്റെയും മുതുകിന്റെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന മാഉദാഫിഖ്. അതിനെയൊക്കെ ശാസ്ത്രം വല്ലാതെ പരിഹസിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ ഉള്ളത്? വൃഷ്ണത്തിലല്ലേ സത്യത്തിൽ ബീജോത്പാദനം നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നോക്കിയാലും തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ആകെ അങ്ങോട്ട് കുഴങ്ങിപ്പോകുന്ന ഒരു സംഗതിയായത്. കാരണം ഈ സംഭവത്തിനെ കുറിച്ച് നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. ശാസ്ത്രം ഏതൊക്കെ കാലത്ത് പുരോഗമിച്ച് വന്ന് കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയോ അതിനോടൊത്ത് നിൽക്കുമെന്നേ നോക്കേണ്ടതുള്ളൂ. അതൊത്ത് നിന്നാൽ ഖുർആനൊരു നഷ്ടവുമില്ല. അതത് കാലഘട്ടത്തിൽ കിട്ടിയ ശാസ്ത്രത്തോട് പരമാവധി ഒപ്പിക്കാൻ ഓരോ കാലക്കാരും ശ്രമിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആന്റെ വക്താക്കൾ. അവിടെ തന്നെ നമ്മൾ നിന്നോളണമെന്നില്ല. ഇന്ന് ഏറ്റവും പുതുതായി ലേറ്റസ്റ്റ് ആയിട്ട് തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ അതിനോടൊത്തു പോകുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് അത് ഫിറ്റായത് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. മെഡിക്കൽ സയൻസിന് പഠിക്കുന്ന കുട്ടികൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക്, മെഡിക്കൽ സയൻസിന് പഠിക്കുന്ന കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്, അതിൻ്റെ 11ാം എഡിഷൻ, 1ാം വർഷ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പുസ്തകം, അതിൻ്റെ 80ാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഒരു വലിയ ഭാഗം ഞാൻ അതിൻ്റെ ചുരുങ്ങിയ രൂപം നിങ്ങളെ കേൾപ്പിക്കുക. അതെന്തിനാണ്? ഈ വിഷയത്തിൽ തീരുമാനം കൽപ്പിക്കുന്നതാണ്. ഇന്ന് മെഡിക്കൽ സയൻസിന് പഠിക്കുന്ന കുട്ടികൾ ഇന്നാ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം പുരുഷ ബീജങ്ങൾ. ഞാൻ പെട്ടെന്ന് വായിക്കാട്ടോ, ഞാൻ അത് പറഞ്ഞത് നിങ്ങൾക്കത് സ്വയം കാണാന്നുള്ളതുകൊണ്ട്. പുരുഷ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 2 വൃഷ്ണങ്ങൾക്കകത്താണ്. എല്ലാവർക്കും അറിയാം, ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം 100-120 മില്യൺ ബീജങ്ങൾ 2 വൃഷ്ണങ്ങളും കൂടെ ഓരോ ദിവസവും ഉൽപ്പാദിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, കേൾക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നും അല്ലേ? 100-120 മില്യൺ ബീജങ്ങൾ ഓരോ ദിവസവും ഉൽപ്പാദിപ്പിക്കുന്നത് 1 മില്ലി ലിറ്റർ അത്രമാത്രം. ശുക്ലത്തിൽ ശരാശരി 120 മില്യൺ ബീജങ്ങൾ ഉണ്ടാകും. ഈ ബീജങ്ങൾ വൃഷ്ണങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ട ശേഷം ബീജം, ഈ വിത്ത്, നമ്മളെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത ബീജാണു, ഈ ബീജകണങ്ങൾ
ഇത് വൃഷ്ണങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ട ശേഷം ഓരോ വൃഷ്ണത്തോടും ചേർന്ന് സ്ഥിതി ചെയ്യുന്ന എപ്പിഡിഡൈമിസ് എന്ന ട്യൂബിലേക്ക് നേരെ എത്തിച്ചേരുന്നു. 6 മീറ്റർ വരുന്ന, കുറച്ചൊന്നുമല്ല, 6 മീറ്റർ വരുന്ന ഈ ട്യൂബ് മടക്കുകളായി ചെറുതാക്കി ഫോൾഡ് ചെയ്തിട്ടാണ് വൃഷ്ണങ്ങൾക്കകത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. വലിയൊരു അത്ഭുത ലോകമാണ്. നമ്മളിത് ഈ നിലക്ക് തന്നെ വായിക്കുന്നത്. ഇപ്പോൾ ഒരു മുസ്ലിയാർ പറയുകയാണെങ്കിൽ ആകെ പ്രശ്നമായിരിക്കും, ആകെ ട്രോളലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ മെഡിക്കൽ സയൻസിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാത്, MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. ഡോക്ടർ അസ്ലം സാർ, അദ്ദേഹമാണ് ഈ പുസ്തകത്തിന്റെ കുറിപ്പ് എനിക്ക് കിട്ടുന്നത്. അദ്ദേഹം ഈ മാവുന്താഫിക്കിൽ തട്ടി കുറെ നടന്നിരുന്നു. അവസാനം ഈ ഇത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനമായത്. എന്നിട്ട് പറയാണ്, അവിടെ വെച്ച് ബീജം പൂർണ്ണ വളർച്ചയെത്തുന്നു. എപ്പിഡിഡൈമിസ് വൃഷ്ണവും വൃഷ്ണസഞ്ചിയിൽ ആണുള്ളത്. എപ്പിഡിഡൈമിസിൽ നിന്ന് ബീജങ്ങൾ വാസ് ഡിഫറൻസ് എന്ന ട്യൂബിലേക്ക് പോകുന്നു. വൃഷ്ണസഞ്ചിയിലെ എപ്പിഡിഡൈമിസിൽ നിന്നും പുറപ്പെട്ടു മൂത്രാശയത്തിന് മുകളിലെത്തി പിന്നെ വീണ്ടും താഴോട്ട് കടന്നു പോകുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഇവ വന്നു ചേരുന്നു. അതിന് 1-2 മാസം ബീജങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള ശേഷിയുണ്ടാകും. എന്ന് പറഞ്ഞാൽ വീര്യം തകരാതെ, നമ്മളിപ്പോൾ എന്താ പറയാ, ഈ സല്ലാജയിലൊക്കെ വെക്കും പോലെ ഇത് തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അവിടെ ഈ ബീജാണുക്കളൊക്കെ 1-2 മാസം ഒരു പോറലും ഏൽക്കാതെ സൂക്ഷിക്കും. അതിൻ്റെ ഇടയിൽ സപ്ലൈ നടന്നാൽ റഹിമിലേക്ക് എത്തിയാൽ ഉപകാരപ്പെടുന്ന അർത്ഥം. അതിൻ്റെ ശേഷമുള്ളത് പിന്നെ നിർവീര്യമാവും. അപ്പൊ ഇതാണ് സത്യത്തിൽ ഇത് പ്രോസ്റ്റേറ്റിൽ വെച്ച് സെമിനൽ വെസിക്കിളിലെയും പ്രോസ്റ്റേറ്റിലെയും വാസ് ഡിഫറൻസിലെയും ദ്രാവകങ്ങൾ ഒന്നായി, അതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ദ്രാവകങ്ങൾ ഒന്നായി ചേരുമ്പോഴാണ് വെളുത്ത നിറത്തിലുള്ള ശുക്ലം രൂപപ്പെടുന്നത്. ഇതെല്ലാം പാടെ കൂടിയിട്ട് അവിടെ വെച്ച് ശുക്ലം മൂത്രനാളിയിലേക്ക് വന്നു ചേരുന്നു. ശുക്ലം അഥവാ സെമൻ ഒരു സ്കലനത്തിൽ 3 to 5 മില്ലി ശുക്ലമാണ് പുറത്തേക്ക് തെറിക്കുക. അത് തെറിച്ചുകൊണ്ടാണ് പുറപ്പെടുക. അതിന്റെ 60% സെമിനൽ വെസിക്കിൾ എന്ന അറയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ശുക്ലത്തിന്റെ പറയുന്നത് 30% പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ 90ആയി. ഇനി 10% അത് വാസ് ഡിഫറൻസ്, അതാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന ട്യൂബിൽ നിന്നുമാണ് വരുന്നത്. ഈ 10% ബീജങ്ങൾ അടങ്ങിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വിത്ത് അവിടെ കിടക്കണം, വിത്ത് അവിടെയാ കിടക്കുന്നത്. എന്നിട്ട് ഇതിനെപ്പറ്റി പറയാണ്, മനുഷ്യന്റെ സ്ഖലനം നിയന്ത്രിക്കുന്നത് നട്ടെല്ലിന്റെ 212, L1, L2 എന്നീ 3 ഭാഗങ്ങളാണ്. ഇത് നെഞ്ചിൻ കൂടിന്റെയും, ശ്രദ്ധിക്കുക, ഇതെവിടെയുള്ളത്, നെഞ്ചിൻ കൂടിന്റെയും താഴെ മുതുകല്ലിന്റെയും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 3 നട്ടെല്ലുകളാണിത്. ഇടുപ്പിന്റെയും നെഞ്ചിൻ കൂടിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന 3 നട്ടെല്ലുകളാണിത്. അതായത് ബ്രാക്കറ്റിൽ ഊരയുടെ ഭാഗത്ത്. എപ്പോഴാണോ പുരുഷൻ രതിമൂർച്ചയിലെത്തുന്നത് ആ സമയത്ത് നട്ടെല്ലിന്റെ ഈ ഭാഗത്തോട് ചേർന്ന നാഡീവ്യൂഹം ഉത്തേജിപ്പിക്കപ്പെടും. തൽഫലമായി വാസ് ഡിഫറൻസ് എന്ന ട്യൂബ് വലിഞ്ഞു മുറുകും. അപ്പോൾ അതിൽ നിന്ന് ശേഖരിച്ചു വെച്ച ബീജങ്ങളെ ശക്തമായി അവ പുറം തള്ളും. അതില് നേരത്തെ പറഞ്ഞ 60 + 30 + 10 100 കൂടെ പുറത്തേക്ക് ഇങ്ങോട്ട് പോരും. ഇതാണ് ഉണ്ടാകുന്നത്. ഇതെവിടെയുള്ളത് എന്നാ പറഞ്ഞത്, മിംബൈനി സുൽബി വത്തറായിബ്. ഇവർ പറയാണ്, ഇത്ര കൃത്യമാണോ? ഇനി എന്തിനാ പേടിക്കുന്നത്? ഇനി നമുക്ക് എന്താ പേടിക്കാനുള്ളത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. പടച്ചോനല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്തെ ആർത്തവരക്തം കട്ട പിടിച്ച കുട്ടി ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്ന സയൻസാന്നുള്ളത്. ഇവരിങ്ങനെ ഖുർആനെ കുതിരയാക്കുമ്പോഴേ നമ്മൾ ഓരോട് മറുപടി പറയേണ്ടതാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്തെ സയൻസ് ആർത്തവരക്തം കട്ട പിടിച്ച കുട്ടി ഉണ്ടാകുന്നത് എന്നാ.
ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്തുൽ ബാരിയിൽ എഴുതുന്നുണ്ട്, മഹാനവറുകളുടെ കാലഘട്ടത്തിൽ പോലും ഭൗതിക ശാസ്ത്രം പറയുന്നത് ദമുൽ ഹൈള് കട്ട പിടിച്ചിട്ടാണ് ഇൻഇഖാദായിട്ട് ആ കുട്ടി ഉണ്ടാകുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സയന്റിസ്റ്റുകൾക്കെങ്കിലും ഇതൊന്ന് മാറി ആലോചിച്ചൂടെ? കാരണം ഖുർആനും ഹദീസും നിരന്തരം പറയുന്നു വാപ്പയുടെ ബീജമാണ് കുഞ്ഞാകുന്നത്, അങ്ങോട്ടൊന്ന് വന്നൂടെ? സഹായത്തിന് ഉമ്മയുടെ അണ്ടവും ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോ വളരെ കൃത്യമാണ്. പിന്നെ റെഡ്ഡി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വന്നു, അയാളാണ് അത് തിരുത്തിയത്. അയാൾ പറഞ്ഞു, ഇപ്പം 4 നൂറ്റാണ്ടായിട്ടുള്ളൂ, 400 കൊല്ലം ഇത് തിരുത്തിയിട്ട്. അതുവരെ വിശ്വസിച്ചിരുന്നത് ആർത്തവരക്തം കട്ട പിടിച്ച കുട്ടി ഉണ്ടാകുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആർത്തവരക്തം കട്ട പിടിച്ച കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ കെട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ, പ്രായപൂർത്തി എത്തിയാൽ തന്നെ പെണ്ണു കുട്ടികൾ ഉണ്ടാകണ്ടേന്ന് ചോദിച്ചിരുന്നു. അന്ന് ശാസ്ത്രജ്ഞന്മാർ പിടിച്ചു നിന്നു. എന്ത്? ആർത്തവരക്തം കട്ട പിടിപ്പിക്കുന്ന ധർമ്മം പുരുഷന്റെ ചൂടുള്ള ബീജമാണ് നിർവഹിക്കുന്നത്. ബീജം അല്ല കുഞ്ഞാകുന്നത്, ആകുന്നത് ദമുൽ ഹൈളാണ്. പക്ഷെ അത് ഉറപ്പിക്കുന്നത്, ഇൻഇഖാദ് ചെയ്യുന്നത്, അത് ചെയ്യിക്കുന്നത് ബീജമാണ്, ശുക്ലമാണ്. അങ്ങനെ പറഞ്ഞു വെച്ചു. പക്ഷേ ഒരു തുള്ളി ശുക്ലത്തിലുള്ള ലക്ഷക്കണക്കിന് ബീജാണുക്കളിൽ ഒരണുവാണ് ഈ കുഞ്ഞായി, ഈ തലയും കണ്ണും മൂക്കും കൈയും കാലും ഒക്കെ ഉള്ള കുഞ്ഞായി രൂപപ്പെട്ടത്. അന്ന് വിളിച്ചു പറഞ്ഞു വിശുദ്ധ ഖുർആൻ, അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംന. ഒരു തവണ സ്ഖലിക്കുന്ന ശുക്ലത്തിലെ ഒരു ബീജാണുവായിരുന്നില്ലേ ഇവൻ? എത്ര കൃത്യമായ ചോദ്യം. ഒരു തവണ സ്ഖലിക്കുന്ന ശുക്ലം മൊത്തം വേണ്ട, ഒരു തവണ സ്ഖലിക്കുന്ന ശുക്ലത്തിലെ നുതുഫതൻ. ഇമാം റാസി പറയാണ് ആ തൻ എന്ന ശബ്ദം മറത്തിന്റെ താഴക്ക നുതുഫതൻ, ഒരു നുതുഫത്ത്. അതായിരുന്നില്ലേ മനുഷ്യ നീ? എന്നിട്ട് ഇങ്ങനെ കണ്ണും മൂക്കും കയ്യും കാലും ഒക്കെ കിട്ടി അന്തരീക്ഷത്തിലേക്ക് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാനായപ്പം അള്ളാഹുവിനെതിരെ മുദ്രാവാക്യം വിളിക്കേ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ കാണട്ടെ എന്ന് പറയേ. ധിക്കാരാണ് മനുഷ്യ ഇത്. അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംന. ശുദ്ധ ഖുർആൻ ചോദിച്ചു. എത്ര ഭംഗിയുള്ള പ്രയോഗമാണ് അതൊക്കെ. ഇന്നിപ്പോ ലോകത്തെ ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് ഒന്ന് പറഞ്ഞാട്ടെ, ഇല്ലേ? ആ കന്ന് തിരുത്തി കഴിഞ്ഞു. ഇപ്പൊ അവര് പറയുന്നു ബീജാണ്. പക്ഷെ വാപ്പയുടെ ബീജം മാത്രമല്ല, ഉമ്മയുടെ അണ്ടവും കൂടെ ചേർന്നിട്ടുണ്ട്. അത് ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. പ്രധാന പങ്ക് വഹിക്കുന്നത് വാപ്പയുടെ ബീജാണ്. അതുകൊണ്ട് അധിക സ്ഥലത്തും അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മളെ പഠിപ്പിച്ചു. ഒറ്റ സ്ഥലത്ത്, സൂറത്തുൽ ഇൻസാനിൽ. സൂറത്തുൽ ഇൻസാനിന്റെ തുടക്ക ഭാഗത്ത് നോക്കിയാൽ കാണാം, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. മനുഷ്യനെ നാം പടച്ചത് മിൻ നുത്ഫത്തിൻ അംശാജിൻ, മറ്റൊന്നുമായി മിക്സ് ചെയ്ത ബീജഗണത്തിൽ നിന്നാണ്. മറ്റൊന്നുമായിട്ട് മഹ്ലൂത്തായ മിക്സ് ചെയ്ത ബീജഗണത്തിൽ നിന്നാണ്. അതേതാ? ഉമ്മയുടെ അണ്ടുവായിട്ട്. ഉമ്മയുടെ അണ്ടുവായിട്ട് ചേർത്ത, ഉമ്മയുടെ അണ്ടുവായിട്ട് വാപ്പയുടെ ബീജഗണം ചേരുമ്പോ പിന്നെ അതിന്റെ പേര് സിക്താണ്ഡം എന്നാണ്. അപ്പൊ മിന്നുത്തുഫത്തിൻ അംശാജ് എന്നുള്ളതിനെ നമുക്ക് അങ്ങനെ അർത്ഥം വെക്കാം. സിക്താണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ആ കാര്യം തിരിഞ്ഞെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ഈ വിഷയം അങ്ങനെയാണെന്ന് ബോധ്യപ്പെട്ടാൽ അങ്ങനെ പറയാം. ഇത് രണ്ടും കൂടെ ബീജസങ്കലനം ഈ നടന്നതിന്റെ ശേഷമുള്ള അവസ്ഥയാണത്. നോക്കുങ്ങൾ, അതും ഖുർആൻ പറയാൻ വിട്ടില്ല. എന്തുകൊണ്ട്? ഇവരൊക്കെ ഇത് ഗവേഷണം നടത്തി കണ്ടെത്തുന്നതിന്റെ മുമ്പ് പുറത്തു നിന്ന് അകത്തേക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന യന്ത്രങ്ങൾ വഴി ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇവർ വിളിച്ചു പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നിഗമനം പറഞ്ഞു, പിന്നെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ. ഇന്നിപ്പോൾ ഇതിലൊന്നും ഒരു തർക്കത്തിനും ആവശ്യമില്ല. കാരണം ഓരോ ദിവസവും ഗർഭപാത്രത്തിനുള്ളിൽ നടക്കുന്ന ചേഞ്ചസുകള് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കി കാണാൻ പറ്റുന്ന കാലം അത്. അപ്പൊ അതുകൊണ്ട് വിഷയമൊന്നുമില്ല. ഈ പറഞ്ഞെത്തിയത് അവസാനത്തെ വാക്കായിരിക്കും. ഖുർആനും അവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. എവിടെയും പാളിപ്പോയിട്ടില്ല. വിശുദ്ധ ഖുർആൻ എല്ലാ അർത്ഥത്തിലും ശരിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഇതേ രൂപത്തിൽ ഏതെടുത്ത് നോക്കിയാലും മനുഷ്യന് അല്ലാഹു തആല കണ്ണ്, കാത്, ഹൃദയം ഇത് നൽകിയതിന്റെ തർത്തീബ് ഖുർആൻ പറയുന്നത് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ആദ്യം ചെവി, പിന്നെ കണ്ണ്, പിന്നെ ഹൃദയം. ഇനി വേറൊരു സ്ഥലത്ത് സൂറത്തുൽ ഇസ്രായിൽ, ഇനി വേറൊരു സ്ഥലത്ത് വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. ചെവി, കണ്ണ്, ഹൃദയം, അല്ലേ? ഖലീലൻ മാ തശ്കുറൂൻ. അത് സൂറത്തുൽ മുഅ്മിനൂനയിൽ.
വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. സൂറത്തു സജ്ദ. മാ കാനൂ യസ്തതിഊന സമഅ വമാ കാനൂ യുബ്സിറൂൻ. അവിടെയും കാത് പിന്നെ കണ്ണ്. മാ കാനൂ യസ്തതിഊന സമഅ വമാ കാനൂ യുബ്സിറൂൻ. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ. കണ്ണുകളെയും കാതുകളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. സമീഅൻ ബസീറ. ആദ്യം കാത് തരുന്നതാ പറയുന്നത്, പിന്നെയാണ് കണ്ണ് പറയുന്നത്. ഹൃദയം പറഞ്ഞോടത്ത് പിന്നെയാണ് ഹൃദയത്തിനെ പറ്റി പറഞ്ഞത്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങളിത്. എന്തേ കാരണം? കാരണം ചെവി എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശു ഗർഭത്തിലിരിക്കുന്ന സമയത്ത് 6 ആഴ്ച കഴിഞ്ഞാൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സാധനമാണ് അത്രേ ചെവി. അത് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുക, അന്ന് ചെവി ഉണ്ടാവുമോ? 6 ആഴ്ച എന്ന് പറഞ്ഞാൽ അതിൽ രൂപപ്പെട്ടൊരു ചെവി ഉണ്ടാവും. അത് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഈ സ്കാനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇവർ കാണിച്ചു കൊടുക്കും അത്രേ, ഇത് ചെവിയാണ്. ഈ കാണുന്നവർക്ക് അത് ചെവിയാന്ന് തോന്നൂല, പക്ഷെ ഡോക്ടർക്ക് അറിയും. അത്രയും സൂക്ഷ്മമായിട്ട് അന്ന് ചെവി മുളച്ചു തുടങ്ങുകയാണ്. കണ്ണില്ല, കണ്ണൊക്കെ പിന്നെയാ വരുന്നത്. എന്നല്ല, പല ജീവികളും പ്രസവിക്കുമ്പോൾ കണ്ണ് കീറാതെയാ പടക്കുന്നത്. ചെവി ഉണ്ടാവും, കണ്ണ് കീറാതെയാ പടക്കുന്നത്. പ്രസവിച്ച 2 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കണ്ണ് കീറുക. ഈ പൂച്ച അങ്ങനത്തെ സാധനത്തിനൊക്കെ അങ്ങനെയാണല്ലോ, കണ്ണ് കീറി വരലാവില്ല. ആദ്യം കണ്ണുണ്ടാവില്ല. മനുഷ്യനത് ഉണ്ടാകും. പക്ഷെ ഈജിപ്തിലെ ഒരു ഡോക്ടർ ആ വിഷയത്തിൽ ഒരു പരിശോധന നടത്തിയിട്ട് അയാൾ പറഞ്ഞു, ഖുറാനിൽ ഇതേ തെർത്തീബ് എന്നെ അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം, ഒന്ന് പരിശോധിക്കണം. മുസ്ലിം ഡോക്ടർ. അയാൾ ഒരുപാട് ശിശുക്കളിൽ അയാൾ പരിശോധിച്ചു എന്നാ. പ്രസവം കഴിഞ്ഞ ഉടനെ കുട്ടിയുടെ ചെവിയുടെ അടുത്ത് ചെന്ന് ഠേ എന്ന് പറഞ്ഞാൽ കുട്ടി ഞെട്ടിച്ചാടും എന്ന് പറഞ്ഞാൽ കേൾവി തുടങ്ങിയിട്ടുണ്ട്. അതേസമയം പ്രസവിച്ച ഉടനെ തന്നെ കുട്ടിയുടെ കണ്ണിലേക്ക് വിരലുകൊണ്ട് ഇങ്ങനെ കുത്താൻ വേണ്ടി ഇങ്ങനെ കൊണ്ടു ചെന്നാൽ കുട്ടി കണ്ണടക്കൂല. നമ്മുടെ കണ്ണിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വീശിയാൽ അറിയാതെ ഇങ്ങനെ ഇമ വെട്ടും അല്ലേ? ചെറുപ്പത്തിലൊക്കെ ധൈര്യം ഉണ്ടോ എന്ന് പരിശോധിക്കലുണ്ടായില്ലേ? ഇങ്ങനെ വീശിയിട്ട് കണ്ണ് ചിമ്പാതെക്കുന്നവരെ ചെറിയ കുട്ടികളാകുന്നുള്ള വികൃതിയാണ്. അങ്ങനെയാണ്. എന്നാൽ പ്രസവിച്ചു വീണ ഉടനെ നല്ല ധൈര്യം ഉണ്ടാവും കുട്ടിക്ക്, കാരണം കണ്ണ് കാണൂല. അപ്പൊ ഈ ആക്കണത് കുട്ടി കാണൂല. അപ്പൊ അദ്ദേഹം പറയാണ്, പിന്നെ പ്രവർത്തിച്ചു വരികയാണ് അത്രേ കണ്ണ്. പ്രസവിച്ച് വീണ ഉടനെ കാഴ്ച കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു കാലത്ത് ഒരു വിഷയം കണ്ടതുപോലെയുള്ള പ്രതികരണം അല്ല അവരിൽ നിന്നുണ്ടാകുന്നത്. അത് പതുക്കെ ഉണ്ടാവുള്ളൂ. ഇനി കേൾവി ശക്തി അങ്ങനെയാണ്, കാഴ്ച ശക്തി അങ്ങനെയാണെങ്കിൽ മനനശക്തി, ചിന്താശേഷി എത്ര കഴിഞ്ഞിട്ടാണ് രൂപപ്പെടുക? ഇപ്പൊ പ്രസവിച്ച് കിടക്കുന്ന കുട്ടിക്ക് എന്ത് ചിന്തയാണ് ഉണ്ടാവുക? ചിന്തിക്കാനാവണമെങ്കിൽ പിന്നെയും കുറെ വളരണം, അപ്പോഴേ ചിന്തകൾ രൂപപ്പെടുള്ളൂ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് അസ്സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഈ തർത്തീബിൽ പറഞ്ഞത് ഞാൻ ഈ പരിശോധനയിൽ എനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറെ കുട്ടികളിൽ ഇങ്ങനെ പരിശോധിച്ചപ്പം ഈ കാര്യം ബോധ്യപ്പെട്ടപ്പം ഞാൻ അറിയാതെ പറഞ്ഞുപോയി, സദഖ്ത യാ റബ്ബൽ ആലമീൻ. കാരണം ഖുർആനിൽ നിരന്തരം ഇത് കാണുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു പരിശോധന നടത്തിയതാണ്, അത് കറക്റ്റാണ്. അല്ലെങ്കിലും ചെവിക്കാണ് പ്രാധാന്യം, കണ്ണിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതുകൊണ്ടാണ് അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികൾ അവർ കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹു 3 നൂറ്റാണ്ട് അവരെ ഉറക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു എന്താ ചെയ്തത്? ഫളറബിനാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫ്. അവരുടെ ചെവി പൊട്ടിച്ചിട്ടു നമ്മൾ ഗുഹക്കകത്ത്. ചെവി പൊട്ടിച്ചത് എന്തിനെ? ചെവി കേട്ടാ പ്രശ്നമാണ്, പരിസരങ്ങളിൽ നിന്നുള്ള ശബ്ദകോലാഹലങ്ങൾ അവരെ ഉണർത്തും. അത് വേണ്ടെന്ന് അള്ളാഹു തീരുമാനിച്ചു. ഫളറബിനാ അലാ ആദാനിഹിം. അതേസമയം കണ്ണ് പൊട്ടിച്ചിട്ടില്ല, കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു. അങ്ങനെയല്ലേ പറയുന്നത്? തഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ്. കണ്ണ് ഫുൾ ഓപ്പൺ ആയിരുന്നു. നമ്മളെ കൂട്ടത്തിലും ഉണ്ടാവും ചിലർ അല്ലേ, ഉറങ്ങിയാലും ഹാഫ് കണ്ണൊക്കെ ചിമ്മുള്ളൂ. അങ്ങനെയുള്ള വിദ്വാന്മാരുണ്ടാവും കൂട്ടത്തിൽ, പകുതി കണ്ണ് ചിമ്മുന്നവർ. ആ ഉറങ്ങിയിട്ട് കണ്ണിന് ഫുൾ ഓപ്പൺ ചെയ്താലും ആ കണ്ണിന് ഒരു അർത്ഥമില്ല, ഉണ്ടോ? ഒന്നും കാണൂല. അപ്പൊ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചുകൊണ്ടൊരു കാര്യമില്ല. പക്ഷെ ചെവി അത് അടച്ചു വെച്ചില്ലെങ്കിൽ പ്രശ്നം. ഫളറബിനാ അലാ ആദാനിഹിം.
കണ്ണ് തുറന്നും വെച്ചു. തഹ്സബുഹും ഐഖാദ വഹും റുഖൂദ്. സംഗതി അവർ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്, പക്ഷേ കണ്ണ് ഓപ്പൺ ആയിട്ട്. ആരെയും കണ്ടാൽ ഓല ഉറങ്ങിയിട്ടില്ല എന്നിങ്ങനെ തോന്നണം. തഹ്സബുഹും ഐഖാദ വഹും റുഖൂദ്. മണ്ണ് തിന്നാതിരിക്കാൻ വേണ്ടി ശരീരം ഒരേ ഭാഗത്ത് തന്നെ ഇങ്ങനെ കിടന്നാൽ മണ്ണ് തിന്നും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വാപ്പാൻ്റെ ശരീരം പൊട്ടി, ഉമ്മാൻ്റെ ശരീരം പൊട്ടി, വാട്ടർ ബെഡ് വേണം എന്നൊക്കെ പറയും. അതില്ലെങ്കിൽ ഒരേ കിടപ്പ് കിടന്നാൽ പൊട്ടിപ്പോകും. ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇട്ട് കൊടുക്കണം. അത് രോഗിയാവുമ്പോൾ പിന്നെ സ്വയം മറിയാനും ചെരിഞ്ഞ് മറിഞ്ഞ് കിടക്കാനൊന്നും കഴിയില്ല. നമ്മൾ നേരം വെളുക്കുന്നതിൻ്റെ ഇടയിൽ പല ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടും നമ്മുടെ സൈഡ്. പക്ഷെ ആ പണി അസ്ഹാബുൽ കഹ്ഫിനെ കൊണ്ട് അള്ളാഹു നിർവഹിക്കുകയായിരുന്നു. നുഖല്ലിബുഹും ല്ലേ ദാത്തൽ യമീനി വദാത്ത ശിമാൽ. ഇടത്തോട്ടും വലത്തോട്ടും ഞാൻ അവരെ ഇടക്കിടക്ക് ഇങ്ങനെ മറിച്ചിടും അള്ളാഹ് പറയാം. അതെന്തിനാ? ഈ ശരീരം പൊട്ടിപ്പോകാതിരിക്കാൻ. നീണ്ടകാലം കിടക്കുമ്പോൾ, മണ്ണ് കിടക്കുമ്പോൾ ശരീരം പൊട്ടാതിരിക്കാൻ വേണ്ടി ആ പണിയല്ല. അപ്പോൾ ഒരു ചോദ്യം വരും, അള്ളാഹ്ക്ക് ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യണം, അല്ലാതെ തന്നെ പൊട്ടാതെ കിടന്നുകൂടെ? കാര്യകാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക ചെയ്യുക, അത് കൂടുതൽ കുതിർത്ത് കാണിക്കുക ചെയ്യുക. വലിയ സംഭവങ്ങളാണ്. ഇങ്ങനെ എല്ലാ വിഷയങ്ങളും വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എവിടെയാണ്? ഇനിയിപ്പോൾ ഈ സമഉം ബസറും പറയുമ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. സമഇനേക്കാൾ ബസർ മുന്തി വന്ന സ്ഥലം എവിടെയാണ്? പരലോകത്തെപ്പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട്. അതിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. കാരണം പരലോകത്തുനിന്ന് രണ്ടാമത് നൽകുന്നത് ഒറ്റയടിക്കെല്ലാം കൂടെ നൽകാൻ. ഇതുപോലെ ഈ ഗർഭപാത്രത്തിൽ കിടന്നിട്ട് ഇങ്ങനെ ചെവി മുളച്ച് പിന്നെ കണ്ണു മുളച്ച് അങ്ങനെ വരികയല്ല, അത് ഒറ്റയടിക്ക് വരികയാണ്. പിന്നെ ആകെ പറയുന്ന ഒരു സ്ഥലം ഖുലില്ലാഹു അഅലമു ബിമാ ലബിസു ലഹു ഗൈബുസ് സമാവാതി വൽ അർളി അബ്സിർ ബിഹി വാസ്മി. അവിടെ മാത്രമാണ് ബസർ മുമ്പിൽ വന്നത്, സമഉ പിറകിൽ. അബ്സിർ ബിഹി വാസ്മി അത് ആരെ പറ്റി പറഞ്ഞതാ? അള്ളാഹിനെ പറ്റി. അള്ളാഹുവിനാണ് ആകാശഭൂമികളുടെ മുഴുവൻ അദൃശ്യജ്ഞാനവും. ലഹു ഗൈബുസ് സമാവാതി വൽ അർള്. അതുകൊണ്ട് അസ്ഹാബുൽ കഹ്ഫ് എത്ര കൊല്ലാണ് കിടന്നുറങ്ങിയത് എന്ന് അവർ അള്ളാഹുവിനെ അറിയൂ. ഖുലില്ലാഹു അഅലമു ബിമാ ലബിസു ലഹു ഗൈബുസ് സമാവാതി വൽ അർള് അബ്സിർ ബിഹി വഅസ്മി. അള്ളാഹുവിന് എന്തൊരു കാഴ്ചയാണ്, എന്തൊരു കേൾവിയാണ്. അബ്സിർ ബിഹി വഅസ്മി. അള്ളാഹിന്റെ കാഴ്ചയും കേൾവിയും ഒന്ന് മുമ്പ് ഒന്ന് ശേഷവും അല്ലല്ലോ. അതുകൊണ്ട് പ്രശ്നമില്ല. അല്ലാത്തതൊക്കെ പറഞ്ഞത് ഇങ്ങനെയാ. ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ ഒരത്ഭുത ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. സൂറത്ത് യാസീനിൽ വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ എന്ന് കാണാം. അതേസമയം തന്നെ സൂറത്തുൽ ഖസസിലെത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്ആ എന്നായിരിക്കും. മാറ്റമുണ്ട്. വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്ആ. മൂസ നബി അലൈഹി സ്വലാമിനെ സഹായിക്കാൻ വന്ന ആള്, അയാളെ പറ്റി പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമയം വൈകില്ലേ? 10:30 1.5 മണിക്കൂറായി. 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ എല്ലാ പരിധി ലംഘിച്ച് പോയിട്ടുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ സമയം വൈകിയിട്ടുണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ തഫ്സീർ നോക്കിയാൽ ഇതിനൊക്കെ കൃത്യമായ മറുപടികൾ കിട്ടും. ഇനിയും ഒരു 8-10 ആയത്തുകൾ പറയണമെന്ന് കരുതിയിരുന്നു. വിശദീകരണം എവിടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോയപ്പോൾ സമയം ക്രമീകരിക്കാൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം, നമുക്ക് ഒരുമിച്ചിരിക്കാം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഇതൊരു വലിയ ഹരാണ്, വലിയ ഹരാണ്. അള്ളാഹു ഇത് പഠിക്കാനും പ്രചരിപ്പിക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ.